Good morning. Good morning, Shravya. So, good morning, everyone. എല്ലാവർക്കും എൻട്രിയുടെ ഒരു പുതിയ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് അഞ്ജലി. ഐ ഹോപ്പ് ഓഡിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. Yes, okay. So we shall begin. So ഇന്നത്തെ എഡിറ്റോറിയൽ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ശശി തരൂർ എഴുതിയ ഒരു എഡിറ്റോറിയലാണ് ചേഞ്ചിങ് വേൾഡ് ഓർഡറിനെ കുറിച്ച്, അല്ലേ? നമ്മുടെ ഇന്നിപ്പം നിങ്ങളിപ്പം എഡിറ്റോറിയൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകാം എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മളുടെ ഈ ലോകത്ത് പെട്ടെന്നാണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, താരിഫ് പോളിസീസ് ആണെങ്കിലും പൊളിറ്റിക്കലി അല്ലെങ്കിൽ അലൈസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ട്രേഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇക്കണോമിക് സ്റ്റെബിലിറ്റിയുടെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ പെട്ടെന്നാണ് ചേഞ്ചസ് വരുന്നത്. അങ്ങനെയുള്ള ഒരു വേൾഡ് ഓർഡറിനെ കുറിച്ച് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എന്താ പറയുക, റാദർ ഒരു പേഴ്സ്വേസീവ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് എൻ ആർട്ടിക്കിളാണ് ഇന്നത്തെ ആർട്ടിക്കിള്. ദ ന്യൂ വേൾഡ് ഡിസോർഡറിനെ കുറിച്ചല്ല, വേൾഡ് ഡിസോർഡർ. സോ ന്യൂ വേൾഡ് ഓർഡർ ആണ്, ബട്ട് ഇറ്റ് ഹാസ് ടേൺഡ് ഇൻ ടു എ ഡിസോർഡർ ഫ്രം റൂൾസ് ടു മൈറ്റ്. മൈറ്റ് എന്ന് പറഞ്ഞാൽ പവർ, അല്ലേ? റൂൾസിൽ നിന്ന് മൈറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ന്യൂ വേൾഡ് ഡിസോർഡർ ആണ് നമ്മളിപ്പം ഫേസ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ആദർശ്. സോ ഇത് എഴുതിയേക്കുന്നത് ഡോക്ടർ ശശി തരൂരാണ്. അദ്ദേഹം 4th ടേം മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആണ്, ഫ്രം കോൺഗ്രസ്, ഫ്രം തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി. അദ്ദേഹം സ്റ്റേറ്റ് ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഫോമർ മിനിസ്റ്റർ ആയിരുന്നു. അവാർഡ് വിന്നിംഗ് ഓഥർ ഓഫ് 28 ബുക്സ് ഇൻക്ലൂഡിംഗ് പാക്സ് ഇൻഡിക്ക. അദ്ദേഹം കറൻ്റ്ലി പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, വി ഓൾ ആർ ഫെമിലിയർ വിത്ത് ഡോക്ടർ തരൂർ. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലേക്ക് ഡീപ് ഡൈവ് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ്സ് വിസിബിൾ. കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ ബിഗ്. യാ, സോ ന്യൂ വേൾഡ് ഡിസോർഡർ ഫ്രം റൂൾസ് ടു മൈറ്റ്, അല്ലേ? അപ്പം നമ്മളുടെ ഒരു എന്താ പറയുക, റൂൾസ്, നിയമങ്ങളടങ്ങുന്ന ഒരു പ്രില്യൂഡ് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു UN സ്ഥാപിതമായതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇസ്ന്റ് ഇറ്റ്? UN എന്തുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വന്നത്? അറിയോ എന്തുകൊണ്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വന്നത്? നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ, രണ്ടാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ എന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി, അല്ലേ? അതിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് ആയിരുന്നു ഹിരോഷിമ ആൻഡ് നാഗസാക്കിയിൽ ഇട്ട അണുബോംബ്. സോ അതിൻ്റെ ഒരു ബേസിസിൽ ദർ വാസ് സോ മെനി കെയോസ് ആൻഡ് കൺഫ്യൂഷൻസ്. thousands and thousands of people were killed, അല്ലേ? ഒരുപാട് പേര് മരണപ്പെട്ടു, ഒരുപാട് പേര് എന്താ പറയുക, പൊളിറ്റിക്കൽ അലൈസായി, ഒരുപാട് ചേഞ്ചസ് വന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ഒരു വേൾഡ് ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്ന ഇൻ്റർനാഷണൽ ലോ, നിങ്ങളോട് ഞാൻ വെനൻസുലയുടെ പ്രസിഡൻറ്റിനെ ഡൊണാൾഡ് ട്രംപ് അറസ്റ്റ് ചെയ്ത് സ്വന്തം രാജ്യത്ത് അദ്ദേഹം, അതായത് വെനൻസുലയിലല്ല US അദ്ദേഹം കോടതിയെ ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസ് ചിലപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ആ ഒരു ആർട്ടിക്കിൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ ലോയൊക്കെ വെറും ഒരു പ്രഹസനം മാത്രമായിട്ട് മാറുന്ന ഒരു സാഹചര്യം. ഓക്കെ, സോ അതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതൊരു പ്രില്യൂഡ് എന്നാണ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് വേർഡ്സ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത, പക്ഷെ അത്ര ബൊംബാസ്റ്റിക് ആയിട്ടുള്ള ടേംസ് ഒന്നും ഇതിനകത്ത് ഇല്ല. വളരെ ഈസി ടു റീഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. So world has once imagined it has buried the demons of the 1930s, now finds them prowling again, less dramatic, perhaps no less corrosive.
അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്, ഒരിക്കൽ 1930കളുടെ കാലഘട്ടങ്ങളിൽ അല്ലേ, നമ്മൾ കുഴിച്ചിട്ട ബറി ചെയ്ത ആ ഡീമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ഡീമൺസ് അസുരന്മാർ അല്ലെ, ആ രാക്ഷസന്മാർ എന്ന് നമ്മൾ വേണേൽ പറയാം. അത് പിന്നെയും ദേ ആർ പ്രൗളിങ് അഗെയിൻ. പ്രൗളിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്ന എന്താണ്, ഒരു റെസ്റ്റ്ലെസ്ലി അല്ലെങ്കിൽ സ്റ്റെത്ലി ഒരു അതിൻ്റെ പ്രയെ കണ്ടുപിടിക്കാനായിട്ട്, അതിൻ്റെ ഇരയെ കണ്ടുപിടിക്കാനായിട്ട് റെസ്റ്റ്ലെസ് ഇല്ലാതെ മുന്നോട്ട് വരുന്ന, അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. ലെസ് ഡ്രമാറ്റിക് ആണ്, പക്ഷേ നോ ലെസ് കൊറോസീവ്, പക്ഷേ ഡിസ്ട്രക്റ്റീവ് ആണ്. ഓക്കെ, ആ ഡിമൺ 1930കളുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ ബറി ചെയ്ത് വെച്ച ആ ഡിമൺ ഇപ്പം പതുക്കെ പുറത്ത് വരുന്നുണ്ട്. അത് എന്താണ്, ലെസ് ഡ്രമാറ്റിക് ആണ്, എങ്കിലും എന്താണ്, മോർ കൊറോസീവ് ആണ്, മോർ ഡിസ്ട്രക്റ്റീവ് ആണ്. ഈ പോസ്റ്റ് വാർ ഓർഡർ, അതായത് 1945 ശേഷം ഉണ്ടായ പോസ്റ്റ് വാർ ഓർഡർ, ബോൺ ഇൻ സാൻ ഫ്രാൻസിസ്കോ ഇൻ 1945. സാൻ ഫ്രാൻസിസ്കോയിലാണ് 1945 കാലഘട്ടങ്ങളിൽ അത് ഉണ്ടായത്. അതൊരു കൺവിക്ഷൻ്റെ ബേസിസിലാണ്, ഓൺ ദ കൺവിക്ഷൻ ദാറ്റ് ദ ലോ കുഡ് റിസ്ട്രെയിൻ പവർ, that institutions should discipline state and the sovereignty was not a privilege granted by the strong or the right inherited in all nations. അപ്പോൾ നമ്മൾ ഇവിടെ എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്, ഒരു കൺവിക്ഷൻ്റെ ബേസിസിൽ വന്നേക്കുന്നത് റിസ്ട്രെയിൻ പവർ അല്ലേ, നിയമത്തിലായിരിക്കണം പവർ ഉണ്ടാവേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യണം, കുഡ് ഡിസിപ്ലിൻ സ്റ്റേറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യങ്ങളെ ഡിസിപ്ലിൻ ചെയ്യിക്കുക. ഇപ്പോൾ പറയുന്നത് സോവറിനിറ്റി എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് അല്ല, ആര് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ബാക്കി നേഷൻസിന് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, മറിച്ച് എല്ലാ രാജ്യങ്ങളും അവരവർക്ക് അവകാശപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്ന, അതാണ് നമ്മളുടെ ഒരു 1945 പോസ്റ്റ് വാറിൽ നടന്ന ഒരു എന്താ പറയുക, ഏകദേശം അവർ ഒരു എന്താ പറയുക കൺക്ലൂഷനിലെത്തിയത് ഈ 3 കാര്യങ്ങളിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അന്നത്തെ പ്രസിഡൻ്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ, ദ ഫൗണ്ടിങ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായ കാലത്ത് അദ്ദേഹം, അല്ലെങ്കിൽ ആ തുടങ്ങിയ കാലത്ത് അദ്ദേഹം ഈ ഒരു ബിലീഫോട് കൂടിയാണ് അത് പറഞ്ഞു വന്നത്. സോ അതേ പറഞ്ഞ എന്താണ്, ഹി സ്പോക്ക് ആസ് എ മാൻ ഹു ഹാഡ് സീൻ ദ ആബിസ്. ആബിസ് എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് അല്ലെങ്കിൽ ഇമ്മെഷറബിൾ ഒരു വോയിഡ് അല്ലെങ്കിൽ ഒരു സ്പേസ് അല്ലേ, ഒരു ക്യാവിറ്റി. അദ്ദേഹം അതിൻ്റെ ഒരു ഭീകരത കണ്ട വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഹ്യൂമാനിറ്റിയെ വുഡ് നോട്ട് റിട്ടേൺ ടു ഇറ്റ് അല്ലേ. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഡിറ്റർമിൻ ചെയ്തു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് അന്ന് എടുത്തത്, ദാറ്റ് ഹ്യൂമാനിറ്റി വുഡ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്. ഇനി ഒരിക്കലും അല്ലേ നമ്മൾ അതിലേക്ക്, 2ാം ലോക മഹായുദ്ധം കണ്ട ഭീകരതയിലേക്ക് തിരിച്ചു പോവില്ല എന്നത്. UN അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ, വുഡ് ബി ദ ഇൻസ്ട്രുമെൻറ്റ് ത്രൂ വിച്ച് സെറ്റിൽ ദെയർ ഡിഫറൻസസ് പീസ്ഫുള്ളി. രണ്ട് രാജ്യങ്ങൾ, ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ചൈന അല്ലെങ്കിൽ മ്യാൻമാർ, അങ്ങനെ പോകുന്ന രാജ്യങ്ങളെല്ലാം തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ പീസ്ഫുള്ളി ഇരുന്ന് ഡിസ്കസ് ചെയ്യുക എന്നതാണ് അദ്ദേഹം അന്ന് മുന്നോട്ടേക്ക് വെച്ച ഒരു നയം. എ ബുൾവാക്ക് against the old spheres of influence and predatory might. ബുൾവാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബാരിക്കേഡ് അല്ലെങ്കിൽ ഒരു ഫോർട്ടിഫിക്കേഷൻ അല്ലേ, എന്തിന് അഗേൻസ്റ്റ് ആയിട്ട്, ഓൾഡ് വേൾഡ് ഓഫ് സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് പ്രിഡേറ്ററി മൈറ്റ്. അതായത് ശക്തി ഉള്ളവൻ, അവൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസും അവൻ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനും ഉള്ള ഒരു കേപ്പബിലിറ്റി, അതിന് എഗൻസ്റ്റ് ആയിട്ട് ആയിരുന്നു അദ്ദേഹം അന്ന് നടത്തിയ പ്രസ്താവന. ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. His words on June 26, 1945, ജൂൺ 26, 1945 അദ്ദേഹം ഇത് പറഞ്ഞത്, might sound startling to many of his successors. ഇത് ഞെട്ടലോടെയാണ് അദ്ദേഹം കഴിഞ്ഞു വന്ന പല അമേരിക്കൻ പ്രസിഡൻസും ഇത് കണ്ടത് അല്ലേ. We all have to recognize, no matter how great our strength, he declaimed, that we must deny ourselves the license to do always as we please. No one nation can or should expect any privilege, special privilege, which harms any other nation, unless we are all willing to pay the price. No organization for world peace can accomplish its purpose, and what a reasonable price that is. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രെങ്ത് കൃത്യമായി മനസ്സിലാക്കാം. അന്നും അമേരിക്ക വലിയൊരു സ്ട്രെങ്ത് ആയിരുന്നു അല്ലേ.
ആ നോ മാറ്റർ എത്രമാത്രം വലുതായിരിക്കും ആണോ ഞങ്ങളുടെ സ്ട്രെങ്ത് എങ്കിൽ പോലും ഒരു നേഷനും അവർക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് ഇല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, മറ്റ് നേഷനെ ഹാം ചെയ്യാനായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജും അവർക്കില്ല. അൺലെസ് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ വലിയ വില നൽകേണ്ടി വരും. ഒരു വേൾഡ് ഓർഗനൈസേഷനും UN ആയിക്കോട്ടെ, യുനെസ്കോ ആയിക്കോട്ടെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അങ്ങനെ പോകുന്ന പല അല്ലെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, ഇതിനൊന്നിനും നമ്മളുടെ വേൾഡ് പീസ് എന്ന് പറയുന്നതിന് പകരം വയ്ക്കാനായിട്ടുള്ള ഒരു പ്രൈസും അവർക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. ഇനി തിരിച്ചു വെക്കേണ്ടത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു കോൺസിക്വൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരിക. ഓക്കെ, സോ പ്രിവെയിലിംഗ് അറ്റ്മോസ്ഫിയർ, എന്താണ് പ്രിവെയിലിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇവിടെ ഇന്നത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വാട്ട് ഈസ് ദ കോൺട്രാസ്റ്റ്? ഓക്കെ, സോ ദ കോൺട്രാസ്റ്റ് ദാറ്റ് വിത്ത് ദ കോണ്ടംപററി മൂഡ്, ഇപ്പോഴത്തെ ഒരു ഇതിനനുസരിച്ച് ലാംഗ്വേജ് ഓഫ് ഇൻ്റർനാഷണൽ ലോ സൗണ്ട്സ് ലൈക്ക് എ പൊളൈറ്റ് ഫിക്ഷൻ, അല്ലേ? ഒരു കഥ പോലെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കെട്ടുകഥ പോലെയാണ് നമുക്ക് ഇൻ്റർനാഷണൽ ലോയെ ഇപ്പം കാണാനായിട്ട് സാധിക്കുക. അനലിസ്റ്റുകൾ എന്താണ് പെർസീവ് ചെയ്തേക്കുന്നത്? പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോറിൻ പോളിസി പോസ്റ്റർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ റൂൾസിനെ ഒരു കാറ്റി പറത്തുന്ന രീതിയിലുള്ള ഒന്നാണ്. അതായത് അദ്ദേഹം നല്ലൊരു മെറ്റഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് മെറ്റഫർ അല്ല, ഒരു സിമിലിയാണ് അദ്ദേഹം കൊടുത്തേക്കുന്നത്. ഇറ്റാലിയൻ ഡ്രൈവേഴ്സ് ട്രീറ്റ് റെഡ് ട്രാഫിക് ലൈറ്റ്സ്, അല്ലേ? ഇറ്റാലിയൻ ഡ്രൈവേഴ്സ് ട്രാഫിക് ലൈറ്റ്സിനെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അതേ രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസിയും ഇൻ്റർനാഷണൽ റൂൾസിനെയും കാണുന്നത്, അല്ലേ? അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് എന്താണ്? ലെസ് ആസ് ബൈൻഡിങ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് മോർ ആസ് ഓപ്ഷണൽ ടൂൾ, അല്ലേ? ഒരു യൂസ്ഫുൾ വെൻ ദേ സെർവ് യുവർ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളത് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്തപ്പോൾ അതിനെ തള്ളിക്കളയുക എന്ന ഒരു ടൈപ്പ് ഓഫ് രീതിയാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദ US ഇൻവെൻറ്റഡ് യൂണിലാറ്ററലിസം, അല്ലേ? സോ ഇത് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ എന്താ പറയുക, US ആണ് ഇൻവെൻറ്റ് ചെയ്തത് യൂണിലാറ്ററലിസം എന്നുള്ളൊരു, യൂണിലാറ്ററലിസം ആൻഡ് മൾട്ടിലാറ്ററലിസം, I don't know where. Oh, correct words and its meanings were there. I don't know where it is now. Okay, fine. യൂണിലാറ്ററലിസം, മൾട്ടിലാറ്ററലിസം എന്നൊക്കെ പറയുന്ന വേർഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? വാട്ട് ഡു യു മീൻ ബൈ യൂണിലാറ്ററലിസം? അതായത് ഒരു രാജ്യക്കാർ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യക്കാർ അവരുടെ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് യൂണിലാറ്ററലിസം എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ, ഇസ്ൻ്റ് ഇറ്റ്? ഡൊണാൾഡ് ട്രംപ് ഹൗ ദേ ആർ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ദെയർ അതോറിറ്റി ഓൺ അതേഴ്സ്, അവരുടെ അതോറിറ്റി മറ്റുള്ളവരിലേക്ക് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നതാണ് യൂണിലാറ്ററലിസത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുക. ഓക്കെ, സോ യൂണിലാറ്ററലിസം. Great powers have been prone to great powers have been prone to exceptionalism, double standards and bending rules just short of breaking them. So ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ്, അല്ലേ? അതായത് റൂൾസ് ബെൻഡ് ചെയ്യാനായിട്ടുള്ള, റൂൾസ് വേണ്ട എന്ന് വെക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ റൂൾസിനെ തള്ളിക്കളയാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ അമേരിക്ക കാണിക്കുന്നത്. അവർ പറയുന്ന ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ മൈറ്റ് ഈസ് റൈറ്റ്, അല്ലേ? ആരുടെ മൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ പവർഫുൾ, അല്ലേ? അദ്ദേഹമാണ് ശരി, മൈറ്റ് ഈസ് റൈറ്റ് എന്ന ഒരു കോൺസെപ്റ്റ്. സോ മേക്ക് എ ഷിഫ്റ്റ് ഫ്രം ഹിപ്പോക്രസിയിൽ നിന്ന് ടു ഇൻഡിഫറൻസിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. അതായത് മേജർ പവർ എപ്പോഴാണോ സോവറിനിറ്റിയെ നെഗോഷ്യബിൾ ആയിട്ട് കാണുന്നത്, അതേഴ്സ് ടേക്ക് നോട്ട് ഓഫ് ഇറ്റ് എന്നാണ് പറയുന്നത്. ഒരു സുപ്രീം പവറിനെ നെഗോഷ്യബിൾ ആയിട്ട് കാണുകയാണ്, ഇസ്ൻ്റ് ഇറ്റ്? എല്ലാ നോംസും എല്ലാ റൂൾസും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സോവറിനിറ്റിയെ വെറും ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് കാണുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതർ കൺട്രീസ്, സുപ്രീം മേജർ പവേഴ്സ് ആയിട്ടുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക? വാഷിങ്ടൺ അവർ വെനിൻസുലയുടെ സോവറിനിറ്റി, സുപ്രീം പവറിനെ ഡിസ്റിഗാർഡ് ചെയ്തു, അല്ലെ? കൺസിഡർ പോലും ചെയ്യുന്നില്ല. വിത്ത് മിനിമൽ കോൺസിക്വൻസസ് ദാറ്റ് സ്റ്റോപ്സ്
ബീജിംഗ് ഫ്രം കൺക്ലൂഡിംഗ് ദ തൈവൻ സ്റ്റേറ്റസ് ഇസ് സിമിലർലി മാല്യബിൾ അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബീജിംഗ് ഇത് തന്നെയല്ലേ കാണുന്നത് തൈവാൻ്റെ സ്റ്റേറ്റസ്. നമുക്കറിയാം ചൈന തൈവാൻ അവരുടെ ഭാഗമാണ്, അവരുടെ പ്രൊവിൻസിൻ അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് കുറേ നാളായി ഇത് തന്നെ നടക്കുന്നു അല്ലേ. അപ്പം ഇത് തെറ്റല്ലേ? അപ്പം ഇതിനെ തെറ്റാണ് എന്ന് പറയാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുമോ? അതല്ല എങ്കിൽ മോസ്കോ യുക്രൈനെ ഒരു ഹിസ്റ്റോറിക്കൽ കറക്ഷൻ റാദർ ദാൻ സ്റ്റോവറിൻ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അതും ശരിയല്ലേ? അല്ലെങ്കിൽ ന്യൂഡൽഹി അവരുടെ സ്മോളർ നെയ്ബേഴ്സിൻ്റെ ഒബ്ജെക്ഷൻസ് ഇൻകൺവീനിയൻസ് ആയിട്ട് കാണുന്നതിന് റാദർ ദാൻ എ കൺസ്ട്രെയിൻ അല്ലേ, അങ്ങനെ കാണുന്നതും അവിടെ ശരി തന്നെയല്ലേ? അതായത് ഇന്ന് അമേരിക്ക പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ശരിയെന്നും മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത്, അതായത് ബീജിങ് തൈവാൻ്റെ മേലുള്ള അധികാര സ്ഥാപനവും അല്ലെങ്കിൽ മോസ്കോ യുക്രൈൻ ഇപ്പം നടക്കുന്ന റഷ്യൻ വാറും അങ്ങനെയാണെങ്കിൽ തെറ്റല്ലേ? സെയിം വിത്ത് എന്താ പറയുക നമ്മളുടെ പാലസ്തീൻ ആൻഡ് ഇസ്രയേൽ ഇഷ്യൂ ഓൾസോ, isn't it? So what makes it different? അമേരിക്ക ഇവിടെ എങ്ങനെയാണ് വ്യത്യാസമാകുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് സീസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ സീസസ് ടു ബി വെദർ, ക്വസ്റ്റ്യൻ ഇസ് ആസ്ഡ് അല്ലേ. ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വെദർ ഇന്റർനാഷണൽ ലോ പ്രൊഹിബിറ്റ്സ് അഗ്രഷൻ ബട്ട് വെദർ ദ ടാർഗറ്റ് ഇസ് പവർഫുൾ ഇനഫ് ടു റേസ് ദ കോസ്റ്റ് ഓഫ് ഇറ്റ് അല്ലേ. ഇന്റർനാഷണൽ ലോ അഗ്രഷൻ പ്രൊഹിബിറ്റ് ചെയ്യുകയാണോ അല്ലേ, അഗ്രസീവ് ആകുക എന്ന് പറയുന്ന ഒരു നമ്മളുടെ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? what do you mean by അഗ്രഷൻ? ഇറ്റ് മീൻസ് ലൈക്ക് നമ്മളുടെ എന്താ പറയുക ശക്തി കാണിക്കുക എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു വെർബലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്ന് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണം എന്ന രീതിയിൽ പെരുമാറുക. ദാറ്റ് ഈസ് മോർ ഓഫ് ആൻ അഗ്രഷൻ. ഓക്കെ, സോ ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് അഗ്രഷനാണ്, പക്ഷേ ടാർഗറ്റ് പവർഫുൾ ആണ് ഇനഫ് ടു റേസ് ദ കോസ്റ്റ് ഓഫ് ഇറ്റ്. ഓക്കെ, ഇവിടെ മനസ്സിലായത് എന്താണ്? ഇൻ്റർനാഷണൽ ലോ ഇതുപോലെ നമ്മളുടെ ശക്തി പ്രകടനങ്ങൾ അല്ലേ, അതാണ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണം എന്ന ഇൻറ്റൻഷനോട് കൂടി നടത്തുന്ന ശക്തി പ്രകടനങ്ങൾ തെറ്റായിട്ട് കാണുന്നു. വെദർ ദ ടാർഗറ്റ് ഇസ് പവർഫുൾ, ടാർഗറ്റ് പവർഫുൾ, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ പവർഫുൾ ആണ് എങ്കിൽ അതിൻ്റെ കോസ്റ്റ് അവർ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതാണ് എങ്കിൽ മാത്രം. പതിറ്റാണ്ടുകളായിട്ട് മൂന്നാം ലോക മഹായുദ്ധത്തെ നമ്മളെല്ലാവരും ഭയക്കുന്നുണ്ട്, isn't it? ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി പോവാണ്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും അല്ലേ ഹൊറർ ഓഫ് ടോട്ടൽ കോൺഫ്ലിക്റ്റ് കീപ് ലെസർ കോൺഫ്ലിക്റ്റ് ഇൻ ചെക്ക് അല്ലേ. ആ വലിയ ഒരു യുദ്ധം നടന്നാലുണ്ടാകാവുന്ന പരിണത ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം നമ്മൾ എന്ത് ചെയ്യാണ്? അത് കാരണം നമ്മൾ ഈ കുഞ്ഞു 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 സംഭവങ്ങൾ നമ്മുടെ ചുറ്റും പല രാജ്യങ്ങൾക്കിടയിലും നടക്കുന്നതിനെ നമ്മൾ നിഗ്ലക്റ്റ് ചെയ്ത് കളയുകയാണ്. ഇഫ് ദ ഗാർഡ് റെയിൽസ് വീക്കെൻഡ്, ഗാർഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഗാർഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള വാൾസ് ഇല്ലേ, അതിനെയാണ് പറയുന്നത്. അത് വീക്കൻ ചെയ്യുവാണെങ്കിൽ വേൾഡ് റിസ്ക് നോട്ട് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോൺഫ്ലിഗ്രേഷൻ ഓഫ് ദ പ്രൊലിഫറേഷൻ ഓഫ് സ്മോളർ ഗ്രൈൻഡിങ് വാർസ്. ചെറിയ ചെറിയ യുദ്ധങ്ങളെ അത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാത്ത പോലെ we each too limited to trigger global alarm yet collectively capable of eroding the foundation of peace അല്ലേ. ഇപ്പം നടക്കുന്ന എന്താണ്? കുഞ്ഞു കുഞ്ഞു യുദ്ധങ്ങൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ചേരാ നയം സ്വീകരിച്ചു പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ചെറിയ യുദ്ധങ്ങൾ ഒരു പക്ഷേ നമ്മൾ അലൈസ് ആകുന്നതിൻ്റെ അപ്പം നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇന്ത്യ ഈ ഇസ്രയേൽ യുക്രൈൻ വാറിൽ ആരുടെ ഒപ്പമാണ് അല്ലേ? ഇന്ത്യ ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ചേരാത്തത്? അല്ലെങ്കിൽ ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാത്തത് ദാറ്റ് വി ആർ വിത്ത് ദിസ്. അമേരിക്ക പറയുന്ന പോലെ ഞങ്ങൾ ഇസ്രയേലിൻ്റെ ഒപ്പമാണ് അല്ലേ, ഞങ്ങൾ റഷ്യക്കെതിരെയാണ്, യുക്രൈൻ്റെ ഒപ്പമാണ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യ എന്തുകൊണ്ട് അവരുടെ അലൈ എടുക്കാത്തതെന്ന് വെച്ചാൽ, ഇതുപോലെ അലൈസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആകുമ്പോൾ ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് പോയാൽ അല്ലേ, ഒരു ട്രിഗർ ചെയ്യാൻ, ഒരു ഗ്ലോബൽ അലാം ട്രിഗർ ചെയ്യാനായിട്ട് സാധ്യത ആവാനായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഇറോഡിങ് ഓഫ് ഫൗണ്ടേഷൻസ് ഓഫ് പീസ് ആണ് ഇവിടെ നടക്കുക. ഇനി അടുത്ത് പറയുന്നത് മൾട്ടിലാറ്ററലിസം. സോ യൂണിലാറ്ററലിസത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് യൂണിലാറ്ററലിസം അവരവരുടെ സോവറിൻ പവർ മറ്റൊരാളുടെ രാജ്യത്തൂടെ ചേരാത്തതാണ് എങ്കിൽ, മൾട്ടിലാറ്ററലിസം എന്താണ്? ഒരു 3 അതിലധികമോ രാജ്യങ്ങൾ അവരുടെ പോളിസീസ്, അതുപോലെ അലയൻസസ്,
ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുടെ സിമിലർ ആയിട്ടുള്ള ഒരു കോമൺ ഗോൾ, അതായത് ചിലപ്പോൾ പീസ് ആയിരിക്കാം, ആൻറ്റി ടെററിസം ആയിരിക്കാം, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആയിരിക്കാം, ട്രേഡ് ആയിരിക്കാം, ഇങ്ങനെ പോകുന്ന പല കാര്യങ്ങളും അവർ അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പറയുന്നത് മൾട്ടി ലാറ്ററലിസം. ഓക്കെ, സോ ഇറോഷൻ ഇസ് കോമ്പൗണ്ടഡ് വിത്ത് ദ റിട്രീറ്റ് ഫ്രം മൾട്ടി ലാറ്ററലിസം. സോ മൾട്ടി ലാറ്ററലിസം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മളുടെ എന്താണ്, ഇറോഷൻ ഇസ് കോമ്പൗണ്ടഡ് ബൈ ദ റിട്രീറ്റ് ഫ്രം മൾട്ടി ലാറ്ററലിസം. ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡിക്ലെയർ ചെയ്യുന്ന എന്താണ്, ഡസൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും എഗ്രിമെൻസും, അതായത് യുനെസ്കോ മുതൽ WHO വരെ, എൻവയോൺമെൻറ്റ് മുതൽ ആംസ് കൺട്രോൾ ഫ്രെയിംവർക്ക് വരെ ഒരു സ്കെപ്റ്റിസിസം, ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അബൌട്ട് ദ വെരി ഐഡിയ ഓഫ് ഷെയർഡ് ഗവർണൻസ്. അതായത് ഇപ്പോൾ യുനെസ്കോയിലാണെങ്കിലും WHO നമ്മൾ അറിയാം ഒരുപാട് പേരുടെ റെപ്രസെൻറ്റേഷൻ അതിനകത്തുണ്ട് അല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട, ഇപ്പം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വോർ നടന്നപ്പം ഡെഫിനറ്റ്ലി ഇൻ്റർനാഷണൽ ലോ അവിടെ ബാധകമായിരുന്നു അല്ലേ. നമ്മൾ യൂസ് ചെയ്ത വെപ്പൺസ് ഇതെല്ലാം നമ്മൾ വി ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ ദീസ് തിങ്സ്, ഇസൻറ്റ് ഇറ്റ്. ആർക്കും നമ്മൾ പ്രസ് റിലീസ് വഴി പുറത്തറിയിക്കുന്നില്ല എങ്കിൽ പോലും ദ പീപ്പിൾ ഷുഡ് നോ അബൌട്ട് ഇറ്റ്. Okay, that is what they are telling. They should know, like the international law should know about it. People should know, alla international law should know about it. So ഇവിടെ പറയുന്നത് 21st സെഞ്ച്വറിയുടെ ഏറ്റവും മോസ്റ്റ് ഏർജൻറ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്, ദറ്റ് നോ നേഷൻ ക്യാൻ സോൾവ് അലോൺ അല്ലേ. നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിൽ ഒരു പക്ഷേ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ ഒരു ജനറേഷൻ കണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ അല്ലേ. പാൻഡമിക് ഉണ്ടായി, വലിയൊരു പാൻഡമിക് അല്ലേ, 2 കൊല്ലം നമ്മളെ വീടിനുള്ളിൽ ഇരുത്തിയ പാൻഡമിക്, ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പം നിങ്ങൾക്കറിയാം ഫെബ്രുവരി ആയതേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ കൊന്ന മരങ്ങളെല്ലാം പൂത്തു നിൽക്കുകയാണ് അല്ലേ. നല്ല ചൂടത്ത് ഉണ്ടാവുന്ന ഒരു പൂക്കുന്ന ഒരു ചെടിയാണ് കണിക്കൊന്ന. ഇപ്പം നമുക്കറിയാം എവിടെ നോക്കിയാലും യെല്ലോ ഇൻ കളർ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ക്ലൈമറ്റ്. ഹ്യൂമിഡിറ്റി ഈസ് സോ ഹൈ അല്ലേ. കേരളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടാണ് ഇത്തവണ അനുഭവപ്പെടുക. സൈബർ ത്രെറ്റ്സ് അല്ലേ, ഏതെല്ലാം രീതിയിലുള്ള സൈബർ ത്രെറ്റ്സ് ആണ് നമുക്ക് വരിക. ഫിനാൻഷ്യൽ കണ്ടേജിയൻ ആൻഡ് ദീസ് പ്രോബ്ലംസ് വിത്തൗട്ട് പാസ്പോർട്ട്സ് ആൻഡ് കോഫി അന്നൻസ് ഫ്രേസ് അല്ലേ. കോഫി അന്നൻ്റെ ഫ്രേസിൽ പറയുകയാണെങ്കിൽ ഫോമർ UN സെക്രട്ടറി ജനറൽ ആയിരുന്നു കോഫി അന്നൻ. അദ്ദേഹത്തിൻ്റെ ഫ്രേസിൽ പറയുകയാണെങ്കിൽ പ്രോബ്ലംസ് വിത്തൗട്ട് പാസ്പോർട്ട്, ഒരു പാസ്പോർട്ടും എടുക്കാതെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന പ്രോബ്ലംസ്, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്രേസ് ആണ് അല്ലേ. എൻ്റെ ജീവിതത്തിൽ ഒരു പാസ്പോർട്ടും എടുക്കാതെയാണ് പ്രോബ്ലംസ് വരുന്നത്, പ്രോബ്ലംസ് വിത്തൗട്ട് പാസ്പോർട്ട്. സോ ഇറ്റ് വാസ് യൂസ്ഡ് ബൈ കോഫി അന്നൻ ഫസ്റ്റ്. ഓക്കെ, സോ ബോർഡർ ആൻഡ് ഇമ്മ്യൂൺ ടു യൂണിലാറ്ററൽ സൊല്യൂഷൻസ് അല്ലേ. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു യൂണിലാറ്ററൽ സൊല്യൂഷൻ്റെ ഇമ്മ്യൂണിറ്റിയോട് കൂടിയാണ് വരുന്നത്. വേൾഡിൽ ഏറ്റവും മോസ്റ്റ് പവർഫുൾ സ്റ്റേറ്റ് ഒരു കളക്റ്റീവ് ആക്ഷനിൽ നിന്ന് പുറകിലേക്ക് പോകുമ്പോൾ അവിടെ വാക്വം ഡസ് നോട്ട് റിമെയിൻ എംപ്റ്റി. അവിടുത്തെ ആ ഒരു വോയിഡ് എന്ന് പറയുന്നത് എംപ്റ്റി ആകുകയല്ല ചെയ്യുന്നത്. മോസ്റ്റ് നോട്ടബിളി ചൈന സ്റ്റെപ്പ് ഇൻ ആ ഒരു വോയിഡിലേക്ക്. അതായത് അമേരിക്ക ഇവിടെ പറയുകയാണ് ഞങ്ങളൊരു കളക്റ്റീവ് ആക്ഷന് റെഡിയല്ല, വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ ലൈവ് വിത്ത് എനി ഓഫ് ദീസ് തിങ്സ്. ഞങ്ങൾ നിങ്ങളുടെ കൂടി ഈ ഒരു വേൾഡ് ഓർഡർ പ്രോപ്പർ ആക്കാനായിട്ട് ശ്രമിക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ റൂൾസ് ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുമ്പോൾ ആ ഒരു വോയിഡ്, ആ ഒരു വാക്വത്തിലേക്ക് കയറി വരുന്നത് ആരാണ്? ചൈന. അവരെന്ത് ചെയ്യുന്നു? ദി ആർ ഷേപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ എ വേ ദാറ്റ് റിഫ്ലെക്ട്സ് ദെയർ ഓൺ പ്രിഫറൻസസ്. അവരുടെ നോംസ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റാൻഡേർഡ്സ് അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ദ റിസൾട്ട് ഈസ് നോട്ട് സിംപ്ലി എ ഷിഫ്റ്റ് ഇൻ ഇൻഫ്ലുവൻസ് ബട്ട് എ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഗ്ലോബൽ ഗവേണൻസ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഗ്ലോബൽ ഗവേണൻസ് ആണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നി ചിതറി കിടക്കുന്ന ഗ്ലോബൽ ഗവേണൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ഒരു വേൾഡ് എന്ന് പറയുന്നത്? എ വേൾഡ് ദാറ്റ് ഹാസ് ബിക്കം പ്രൊഫൗണ്ട്ലി ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ഡിഫിക്കൾട്ട് ഫോർ എനി നേഷൻ. ഏത് രാജ്യത്തിനും ഇപ്പോൾ ബുദ്ധിമുട്ടായി വരികയാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ദാറ്റ് ജിയോ പൊളിറ്റിക്കൽ ഓർഡറിൽ അവരെവിടെയാണ് അവരുടെ സ്റ്റാൻഡ് പോയിന്റ് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്ത് പോകാനായിട്ട് ഒരു രാജ്യത്തിനും കഴിയുന്നില്ല. All certainties have frayed, alliances blur and ambiguity has become defining condition of our time. അല്ലേ, എല്ലാ certaintiesഉം has frayed. എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫ്രേഡ്? FRAYED, isn't it? ഫ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയാണ് എന്താണ്
എന്താണ് പറയുക, ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ്. ലൈക്ക് ഫ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ ജനറലി അതാണ് മീൻ ചെയ്യുന്നത്. ലൈക്ക് സ്ട്രെയിൻഡ് ആകുക, സ്ട്രെസ്ഡ് ആകുക എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഫിസിക്കൽ വെയറിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ എല്ലാ ഷർട്ടും സ്റ്റെയിൻഡായി, കോളർ ഇങ്ങനെ കറ പിടിക്കുക എന്ന് പറയില്ലേ, ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ സർട്ടിനിറ്റീസും കറ പിടിച്ചതുപോലെയായി. അലയൻസസ് ആരുടെ ഫ്രണ്ടാണ് അതെല്ലാം ബ്ലറായി. ആംബിക്വിറ്റി ഹാസ് ബിക്കം ഡിഫൈനിങ് കണ്ടീഷൻസ്. ആംബിക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിനും ഉറപ്പില്ലാത്തൊരവസ്ഥ അല്ലേ, കണ്ടീഷൻസ് ഓഫ് ആർ ടൈം. അപ്പോൾ ഹിസ്റ്ററി എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ഡിഫാറ്റിജബിൾ, ഇസ്ന്റ് ഇറ്റ്? ഒരു എന്താ പറയുക, സപ്പോർട്ടർ ഓഫ് ഗുഡ് ഇൻറ്റൻഷൻ എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. സോ യെസ്, എന്താണ് ഇൻഡിഫാറ്റബിൾ സപ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺടയറിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ പേഴ്സിസ്റ്റൻ്റ്ലി അല്ലെങ്കിൽ ബൈ ഫോഴ്സ് ആണെങ്കിലും കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യാണ്, അവർ ജോലി ചെയ്യാണ്, ദേ ആർ വർക്കിംഗ്, അല്ലെങ്കിൽ ദേ ആർ ഡാമേജിങ് സംബഡീസ് പീസ് അല്ലെങ്കിൽ പ്ലാൻസ് അല്ലെങ്കിൽ മെഷീനറീസ്. ഇതിനെയൊക്കെ നമ്മൾ പറയുന്നതാണ് ഇൻഡിഫാറ്റിജബിൾ സപ്പോർട്ടർ. ഓക്കെ, അതായത് ഒരു ഡിസ്റപ്ഷനിലേക്ക് എന്തിനെങ്കിലും എത്തിച്ചേരുക, അതായത് അദ്ദേഹം പറയുന്നത് എന്തിനെങ്കിലും ഒരു നാശത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. സോ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നുള്ളൊരവസ്ഥയാണ്. നമ്മുടെ റിങ്കിൾസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട് മുഖത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് ചുരുങ്ങുക എന്നുള്ളൊരു മീനിങ്ങാണ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ദ പ്രസൻസ്. ഗ്രീവൻസസ് ആർ ഇൻഹെറിറ്റഡ് മോർ റിലയബിളി ദാൻ വിസ്ഡം. അല്ലേ, അത് ഗ്രീവൻസസ്, നമ്മളുടെ പ്രശ്നങ്ങൾ. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഗ്രീവൻസ് മെക്കാനിസം ഒക്കെ പറയാറുണ്ട് അല്ലേ. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പരിഭവങ്ങൾ, പ്രോബ്ലംസ് എല്ലാം മോർ റിലയബിൾ ദാൻ വിസ്ഡം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓൾ വാൾസ് എന്ന് പറയുന്നത് ലോങ് ഷാഡോ അൺറിസോൾവ്ഡ് ഇൻജസ്റ്റിസ് കണ്ടിന്യൂ ടു പോയ്സൺ റിലേഷൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്. പഴയ യുദ്ധങ്ങളുടെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലേ, പഴയ യുദ്ധങ്ങളുടെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇപ്പോഴും നിലനിന്നു പോകുന്നു. അത് രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും കാരണമായി മാറുന്നു. ലീഡേഴ്സ് നെഗോസിയേഷൻ പീസ് ആവശ്യപ്പെടുന്നുണ്ട്, എങ്കിലും അവരുടെ ആ പാസ്റ്റ് വൂണ്ട് മറക്കാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. അതായത് നമ്മളിപ്പോൾ പറയുമ്പോൾ റഷ്യ യുക്രൈൻ വാറിൻ്റെ ഒരു കേസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ റഷ്യ യുക്രൈൻ വാറിന് അവർ നേറ്റോയിൽ ജോയിൻ ചെയ്യുന്നു എന്നതാണ് റഷ്യയുടെ പ്രോബ്ലം ആയിരുന്നത്. യുക്രൈൻ നേറ്റോയിൽ ജോയിൻ ചെയ്യുന്നു. സോ നേറ്റോയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വേൾഡ് പീസിനത്, അവരുടെ രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അത് പ്രോബ്ലം ആകുമെന്ന് മനസ്സിലാക്കിയാണ് റഷ്യ യുദ്ധത്തിന് ഒരുങ്ങുന്നത്. ഇത് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂവിലേക്ക് വന്നത് അല്ലേ? USSR എന്ന രാജ്യം USSR എന്ന വലിയ ഒരു അലൈ വിഭജിച്ച് പല ചെറിയ രാജ്യങ്ങളായി മാറിയതിന് ശേഷം അല്ലേ. അപ്പോൾ പാസ്റ്റ് വൂണ്ട് അവരെപ്പോഴും ഫൊർഗെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ മോസ്റ്റ് പ്രൊഫൗണ്ട് ഒബ്സ്റ്റക്കിൾ ലൈസ് ഇൻ ദ പാരഡോക്സ് ഓഫ് പവർ ഇറ്റ് സെൽഫ് അല്ലേ. ഈ പവറിലാണ് എല്ലാ പാരഡോക്സും ഇരിക്കുന്നത്. മെയിൻറ്റെയിനിങ് ഗ്ലോബൽ ഓർഡർ, ആരെയാണോ നമ്മളിത് എൻട്രസ്റ്റ് ചെയ്തത്, ഇത് ഗ്ലോബൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും എന്ന വിശ്വാസം അർപ്പിച്ചത്, അവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ കപ്പാസിറ്റി ടു ഡിസ്റപ്റ്റ് ഇറ്റ് അല്ലേ. അത് തട്ടിക്കളയാനായിട്ട് അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ അവകാശം അവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. So world order rested on the willingness not to do so. This willingness has faded in many cases. അല്ലേ, വേൾഡ് ഓർഡർ അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്തത് ഇപ്പോൾ വളരെ ഈസിലി ചെയ്തു പോകുന്ന ഒരവസ്ഥ. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടപ്പിലാക്കിയ അല്ലെങ്കിൽ രൂപം കൊണ്ട പല ഇൻസ്റ്റിറ്റ്യൂഷൻസും വേർ നോബിൾ ഇൻ കൺസെപ്ഷൻ, ഉണ്ടാക്കിയ കാലത്ത് വളരെ നോബിളായിട്ടുള്ള, അതായത് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വളരെ ഡിവൈൻ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയിലാണ് അത് കൺസീവ് ചെയ്തത്. പക്ഷേ അത് അന്നും ഇന്നും അൺഈക്വൽ ഇൻ ഡിസൈൻ ആയിരുന്നു അല്ലേ, ഈക്വൽ ആയിട്ടല്ല ഡിസൈൻ ചെയ്യപ്പെട്ടത്. ഒരു ഹൈറാർക്കി ഓഫ് പവർ അവിടെ അന്നും നിലനിന്നിരുന്നു, ഇന്നും നിലനിന്നു പോകുന്നു. സോ അതോറിറ്റീസ് അവർ കോൺസെൻട്രേറ്റ് ഇൻ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ അല്ലെ. അതോറിറ്റീസ് ആരുടെ കയ്യിലാണ്? കുറച്ച് പവർഫുൾ ആയിട്ടുള്ള നേഷൻസിൻ്റെ കൈകളിലാണ് ഇപ്പോഴും. റെസ്പോൺസിബിലിറ്റി വാസ് ഷെയർഡ് ബൈ ഓൾ അല്ലേ. അതോറിറ്റി കുറച്ച് പേരുടെ കയ്യിലാണ് എങ്കിലും റെസ്പോൺസിബിലിറ്റി എല്ലാവരും ഒരുമിച്ചാണ് ഷെയർ ചെയ്യുന്നത്.
ഈ ഒരു ഇംബാലൻസിന് അതിൻ്റേതായ കോൺസിക്വൻസസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പവർഫുൾ സ്റ്റേറ്റ് ഗാർഡിയൻസ് ആയിട്ടും എന്നാൽ അവർക്ക് ഈ റൂള് ബാധകമല്ല എന്ന രീതിയിൽ എക്സെപ്ഷൻ ആയിട്ടും വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ലെജിറ്റിമസി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു. What makes this moment especially fraught is that the rule-based liberal international order was never a monolith. ഈ monolith എന്താ നിങ്ങൾക്കറിയാലോ, ഒരു സ്ട്രക്ചറാണ്, isn't it? മോണോലിത്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേഴ്സ് ആണ്, നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന പോലെ ഒരു സ്ട്രക്ചേഴ്സ് ആണ്. ഫ്രോട്ട് എന്ന് പറയുന്നത് അൺഡിസൈറബിൾ അല്ലെങ്കിൽ ഒരു റിസ്ക് ഉള്ള ഡേഞ്ചർ ഓർ പ്രോബ്ലംസ് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, സോ ഈ ഒരു മൊമെന്റ് എന്തുകൊണ്ട് ഭീതികരമാകുന്നു അല്ലെ, ഫ്രോട്ട് എന്ന് പറയുന്നത് ഭീതികരമാകുന്നു എന്ന് വെച്ചാൽ ലിബറൽ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ലിബറൽ ഇന്റർനാഷണൽ ഓർഡർ വാസ് നെവർ എ മോണോലിത്ത്. ഒരു സ്ട്രക്ചർ ആയിരുന്നില്ല ഒരിക്കലും ഈ ഇന്റർനാഷണൽ ഓർഡർ എന്നുള്ളത്. ആ ഒരു സിംഗിൾ എന്താ പറയുക, ഒരു സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചറിനെയാണ് മോണോലിത്സ് എന്ന് പറയുക. സോ ഈ ഇന്റർനാഷണൽ ഓർഡർ എന്ന് പറയുന്നത് വളരെ ലിബറൽ ആണ്. ലിബറൽ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ഹാൻഡഡ് ആണ്. അത് ഒരിക്കലും അത് കൃത്യതയാർന്നതല്ല. ഇറ്റ് വാസ് എ പാച്ച് വർക്ക് ഓഫ് നോംസ്. പല നോംസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഹാബിറ്റ്സിൻ്റെയും ഒക്കെ ഒരു പാച്ച് വർക്കായിട്ട് മാത്രം അത് മാറിയിരിക്കുന്നു. യെസ്, പാച്ച് വർക്ക് ഓഫ് നോംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹാബിറ്റ്സ് ഓഫ് കോപ്പറേഷൻ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ്? സോവറിൻ ഇക്വാലിറ്റി, നോൺ അഗ്രഷൻ, കളക്റ്റീവ് സെക്യൂരിറ്റി, ഓപ്പൺ ട്രേഡ്, ഹ്യൂമൻ റൈറ്റ്സ്, മൾട്ടിലാറ്ററൽ പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ പോകുന്ന പല കാര്യങ്ങളുമാണ് അതിൻ്റെ എന്താ പറയുക കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോവറിൻ ഇക്വാലിറ്റി ഉണ്ട്, നോൺ അഗ്രഷൻ, കളക്റ്റീവ് സെക്യൂരിറ്റി, ഓപ്പൺ ട്രേഡ്, ഹ്യൂമൻ റൈറ്റ്സ്, മൾട്ടിലാറ്ററൽ പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ പോകുന്ന പല കാര്യങ്ങളുമാണ് അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. പക്ഷേ എല്ലാം എന്ത് ചെയ്യപ്പെടുന്നു? പല തവണയായി വയലേറ്റ് ചെയ്യപ്പെടുന്നു. ഹാസ് ബീൻ വയലേറ്റഡ് റിപ്പീറ്റഡ്ലി ബൈ ഗ്രേറ്റ് പവേഴ്സ് ആൻഡ് സ്മോളർ സ്റ്റേറ്റ്സ് അല്ലായി. വലിയ രാജ്യങ്ങളായിക്കോട്ടെ, ചെറിയ സ്മോളർ സ്റ്റേറ്റ്സ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം വയലേറ്റ് ചെയ്യാനായിട്ട് യാതൊരു മടിയും കാണിക്കുന്നില്ല. നിങ്ങൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഇതൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. US-ൻ്റെ കാര്യമാണെങ്കിലും ഇസ്രയേലിൻ്റെ കാര്യമാണെങ്കിലും യുക്രൈൻ ആണെങ്കിലും ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇവിടെ ആപ്ലിക്കബിൾ ആണ് എന്നതാണ് ചുരുക്കം. ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് എൻഡുവേർഡ് ബിക്കോസ് ഇനഫ് സ്റ്റേറ്റ്സ് ബിലീവ് ദാറ്റ് ദ ഓൾട്ടർനേറ്റീവ് വാസ് വേഴ്സ്. ഓരോ രാജ്യങ്ങളും ഈ ഓൾട്ടർനേറ്റീവ്സ് അത് വേഴ്സ് ആണ് എന്നാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ ടുഡേ ദ ബിലീഫ് ഇസ് വേവറിങ് അല്ലെ, ബിലീഫ് എങ്ങനെയാണ് വേവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോവറിനിറ്റി ഈസ് ബ്രീച്ച്ഡ് വിത്ത് ഇൻക്രീസ് ബ്രേസിനെസ്. ആ സോവറിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രീച്ച് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ തള്ളിക്കളയുക അല്ലെങ്കിൽ അതിനെ ഒരു എന്താ ഞാൻ പറയുക, ബ്രീച്ച് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്യുക. എന്താ കൃത്യമായിട്ടൊരു വേർഡ്? ഒരു നിയമം വന്നു, ആ നിയമത്തിനെ ഞാൻ ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നിയമത്തിനെ ഞാൻ അനുസരിക്കാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ബ്രേസിനെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് മീൻ ചെയ്യുക? ഒരു ഇൻക്രീസിങ് ബ്രേസിനെസ് ആണ്. അതായത് ഒരു ഷെയിംലെസ്ലി ബോൾഡ് ആയിട്ടുള്ള, വേറൊരു വേർഡ് പറയുകയാണെങ്കിൽ ഡീഫിയൻ്റ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇംപ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ വളരെ ഓപ്പൺലി ചെയ്യുക വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഇൻഹിബിഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് കെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രേസിനെസ് എന്ന് പറയുക. സോ സുപ്രീം പവർ എന്ത് ചെയ്യാണ്? അവരവിടെ ബ്രീച്ച് ചെയ്യാണ്. കാരണം ഇതൊന്നും ഓപ്പൺലി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം വളരെ ഓപ്പൺലി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഡോണ്ട് കെയർ മാനർ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. ബ്രേക്കപ്പ് ആകുക. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ ആദർശ്, യെസ്. സോ നോൺ അഗ്രഷൻ ഇസ് ഓണേർഡ് in the breach. Collective security is paralyzed by vetoes. അല്ലെ, നമ്മളുടെ വീറ്റോ പവറുകൾ നമുക്കറിയാം എന്താണെന്ന് അല്ലെ. പല രാജ്യങ്ങൾക്കും വീറ്റോ പവേഴ്സ് ഉണ്ട്, UN-ലാണെങ്കിലും ഒക്കെ. ആ കളക്റ്റീവ് സെക്യൂരിറ്റി അവിടെ പാരലൈസ് ചെയ്യപ്പെടുകയാണ് വീറ്റോ പവറുകൾ എൻഫോഴ്സ് ചെയ്തുകൊണ്ട്. ട്രേഡ് ഈസ് വെപ്പനൈസ്ഡ് അല്ലെ, നമുക്കറിയാം താരിഫ് റേറ്റ്സും മറ്റതും ഒക്കെ കൂട്ടി ട്രേഡ് എന്ത് ചെയ്യാണ്? വെപ്പനൈസ്ഡ് ആകാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡിസ്മിസ്ഡ് ആസ് ഐഡിയോളജിക്കൽ. ഹ്യൂമൻ റൈറ്റ്സിനെ ഐഡിയോളജിക്കലി ഡിസ്മിസ് ചെയ്യാണ്. Multilateral institutions are starved of legitimacy and resources. Multilateral institutions, legitimacy, resources ഇതെല്ലാം കൊണ്ട് സ്റ്റാർവ് ചെയ്യാണ്. സോ
ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, സ്റ്റേറ്റസും മാൻഡേറ്റ്സും ഒക്കെയുണ്ട്, എങ്കിലും അവർക്ക് എന്തില്ല, പൊളിറ്റിക്കൽ വില്ലില്ല. അവരെ ഒരു ആസ്പിറേഷണലായിട്ട് മാറി ഇരിക്കുകയാണ്. അവർക്ക് എന്താ പറയുക, സ്റ്റേറ്റസ് ഉണ്ട്. UN എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ വെറും അമേരിക്കയുടെ ഒരു കളിപ്പാവയായി മാത്രം മാറാനായിട്ട് എന്താ പറയുക, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണോ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, അല്ലേ? സോ അതാണ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പവർഫുൾ സ്റ്റേറ്റ് അവർ ഇൻ്റർനാഷണൽ ലോ ഇഗ്നോർ ചെയ്യുമ്പോഴും അതുപോലെ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം അത് അപ്ലൈ ചെയ്യുമ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് സംഭവിക്കുകയാണ്, അവിടെ ക്രെഡിബിലിറ്റി, അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. നമ്മൾക്ക് പീസ് എന്ന് പറയുന്നത് റൂള് മാത്രമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്? ഫെയ്ത്ത്, അതുപോലെ ഗുഡ് ഫെയ്ത്ത്, അല്ലെ, പരിപൂർണമായ വിശ്വാസം അതിൽ ആവശ്യമാണ്. പക്ഷെ ആ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷോർട്ട് സപ്ലൈ ആയിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹം പാസേജിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നത്? ഡേഞ്ചർ ടുഡേ, ഇന്നത്തെ ഡേഞ്ചർ എന്താണ്? ഓർഡർ ഇസ് നോട്ട് ഡെഡ്, അല്ലേ? അല്പം ശുഭാപ്തി വിശ്വാസത്തോടെ അദ്ദേഹം പറയുകയാണ്, ഓർഡർ കംപ്ലീറ്റ്ലി ഡെഡ് ആയിട്ടില്ല, ഇറ്റ് ലിംസ്, മുടന്തുകയാണ്, അല്ലേ? ഇറ്റ് സ്ട്രെയിൻസ്, ഇറ്റ് ഡിസപ്പോയിൻറ്റ്സ്. അപ്പം നമുക്കറിയാം, സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, മുടന്തുന്നുണ്ട്, നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നിലനിൽക്കുന്നുണ്ട്, ഇറ്റ് പെർസിസ്റ്റ്, അല്ലേ? ഇന്റർനാഷണൽ കോർട്ട് സ്റ്റിൽ അഡ്ജുഗേറ്റ് ഡിസ്പ്യൂട്ട്സ്, ഇപ്പോഴും സെറ്റിൽ ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ കോർട്ട്, ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്ത് പോകുന്നുണ്ട്, അല്ലേ? പീസ് കീപ്പേഴ്സ് സ്റ്റിൽ ഡിപ്ലോയ്, അല്ലെ, പീസ് കീപ്പേഴ്സിനെ ഇപ്പോഴും അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡ് ഫ്ലോസ് സ്റ്റിൽ ഡിപ്പെൻഡ് ഓൺ പ്രഡിക്റ്റബിൾ റൂൾസ്, ട്രേഡ് ഏകദേശം ഒരു പ്രഡിക്റ്റബിൾ റൂൾസിനനുസരിച്ച് നടക്കുന്നുണ്ട്. മിഡിൽ പവേഴ്സ് from Europe to India to South Africa to Canada to Brazil still invest in multilateralism because they know that without it they are at mercy of ruthlessly self-interested hegemons, അല്ലേ? അപ്പം ഇന്ത്യ, കാനഡ, സൗത്ത് ആഫ്രിക്ക, യൂറോപ്പ്, ബ്രസീൽ മുതലായ രാജ്യങ്ങൾക്ക് അറിയാം, അല്ലെ, അവരിപ്പോഴും മൾട്ടിലാറ്ററലിസത്തിൽ വിശ്വസിക്കുന്നു. കാരണം അവരെന്താണ്, ഹെജിമോൺസിൻ്റെ ഇടയ്ക്ക്, ഹെജിമോൺസ് എന്ന് പറഞ്ഞാൽ ഡോമിനൻറ്റ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഹെജിമോൺസ്. അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളിൽ ഹെജിമോൺസിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റഡ് റൂത്ത്ലെസ്നെസ്സിലേക്ക്, അല്ലെ, ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന എന്താ, ഡാക് ഹമർസ് കോഡ്സ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിക്റ്റം, ഒരു സേയിങ് ഉണ്ട്, ദ യുണൈറ്റഡ് നേഷൻ വാസ് നോട്ട് ക്രിയേറ്റഡ് ടു ടേക്ക് മാൻകൈൻഡ് ടു ഹെവൻ, അല്ലേ? യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിക്കപ്പെട്ടത് മാൻകൈൻഡിനെ, മനുഷ്യ വംശത്തിനെ സ്വർഗത്തിലേക്ക് ഉയർത്താനല്ല, പക്ഷേ ടു സേവ് ഹ്യൂമാനിറ്റി ഫ്രം ഹെൽ, ഹ്യൂമാനിറ്റിയെ ഹെല്ലിൽ നിന്ന്, നരകത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടാണ്. Sometimes the best the world order can do is to prevent things from getting worse. ഏറ്റവും നല്ല വേർഡ് ഓർഡർ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, കാര്യങ്ങൾ വഷളാകാതിരിക്കാനായിട്ടുള്ള പ്രിവെൻഷൻ, അതാണ് ഏറ്റവും നല്ല വേർഡ് ഓർഡർ. എന്നിരുന്നാലും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വെദർ ദ ഓൾഡ് ഓർഡർ സർവൈവ്സ് ഇൻടാക്ട്, അല്ലേ? പഴയ ഓർഡർ വളരെ ഇൻടാക്റ്റ് ആയിട്ട്, ക്ലോസ്ലി നിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ശക്തിപൂർണ്ണമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഹോളോഡ് ഔട്ട്, അതിപ്പോഴും തുറന്ന് എന്താ പറയുക, ഹോളോ ആയി മാറിയിരിക്കുകയാണ്. അതിൻ്റെ നോംസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ സബ്വേർട്ടഡ് ആയിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് റീപ്ലേസ് ഇറ്റ്. ഈ ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മളൊരു സാധനം മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ, അതിനെ എന്ത് റീപ്ലേസ് ചെയ്യും എന്നാണ് ഡോക്ടർ തരൂർ ചോദിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് എ സീനോസെൻട്രിക്, ഇസ്ന്റ് ഇറ്റ്? സീനോസെൻട്രിക് എന്ന് പറഞ്ഞാൽ, സീനോസെൻട്രിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനകത്തൊരു പിക്ചറൊക്കെ കൊടുത്തിരുന്നു, നിങ്ങൾക്കത് ആക്ച്വലി ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്, അതിവിടെ സേവ്ഡ് ആയില്ല. അതായത് സീനോസെൻട്രിക് ആർക്കിടെക്ചർ ഒരു ട്രഡീഷണൽ ബിൽഡിംഗ് സ്റ്റൈൽ ഓഫ് ചൈനയാണ്. അവർ പറയുന്നത് സെൻറ്റർ ഓഫ് സിവിലൈസേഷൻ അതാണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഒരു പിക്ചറാണ്. ഞാൻ നോക്കട്ടെ കേട്ടോ, സീനോസെൻട്രിക് ആർക്കിടെക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ആർക്കിടെക്ചേഴ്സ് ആണ് സീനോസെൻട്രിക് ആർക്കിടെക്ചർ എന്ന് പറയുക. ഓക്കെ, ദിസ് ഈസ് എ സീനോസെൻട്രിക് ആർക്കിടെക്ചർ. ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ സീ ഇറ്റ് ഓർ നോട്ട്. പക്ഷേ അത് അവർ ദ സെൻട്രൽ ഓഫ് സിവിലൈസേഷൻ എന്നൊരു രീതിയിലേക്ക് അത് മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. The world of competing blocks and patchwork of issues-based coalitions and return to the unmediated anarchy, അല്ലേ? അപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എന്തിലേക്കാണ് എന്നാണ് ചോദിക്കുന്നത്. വേൾഡ് ഓഫ് കംപ്ലീറ്റിംഗ് ബ്ലോക്സ്, അല്ലേ, പാച്ച് വർക്ക് ഓഫ് ഇഷ്യൂസ് ബേസ്ഡ് കോയിലേഷൻസ്, നമുക്ക് പാച്ച് വർക്ക് നടത്തേണ്ട അവസ്ഥയാണ്. അതുപോലെ റിട്ടേൺ ടു
അൺമീഡിയേറ്റഡ് എനാർക്കി, അല്ലെ, ഒരു ഇടപെടലും ഇല്ലാത്ത എനാർക്കിയാണ് നമ്മൾ എത്തി നിൽക്കുക. ഓക്കെ, സോ വി ആർ ലിവിങ് ഇൻ ആൻ യെസ് വി ആർ ലിവിങ് ഇൻ ആൻ ഇന്റർറെഗ്നം. ഇന്റർറെഗ്നം എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു എന്താ പറയുക, അതൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ടെമ്പററി ആയിട്ടുള്ള എന്താ പറയുക, ഒരു പോസ്. അതാണ് ഒരു ഇന്റർവെല്ലിനെയാണ് നമ്മൾ ഇന്റർറെഗ്നം എന്ന് പറയുക. അതാണ് കറക്റ്റ് വേർഡ്, അല്ലേ? ഒരു റൂളിന് ശേഷമുള്ള ഒരു നിശ്ചിത അളവിലുള്ള ഒരു പോസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ ഇന്റർറെഗ്നം എന്ന് പറയുക. ഓക്കെ, ഓൾഡ് വേർഡ് ഫെയ്ഡിങ്, അല്ലെ, പഴയ വേൾഡ് എന്ത് ചെയ്യാണ്? ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിൽ ന്യൂ വേൾഡ് പുതിയതായിട്ട് വന്നിട്ടുമില്ല, അല്ലേ? പഴയ വേൾഡ് ഫെയ്ഡായി, പുതിയ വേൾഡ് വന്നിട്ടും ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റർറെഗ്നം. ഡേഞ്ചർ ഇസ് നോട്ട് ദാറ്റ് ദ സിസ്റ്റം കൊളാപ്സസ് ഓവർ നൈറ്റ്, അല്ലേ? ഡേഞ്ചർ എന്താന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഒരു ഒറ്റ രാത്രി കൊണ്ട് കൊളാപ്സ് ആയത് ഒന്നും അല്ല, പക്ഷെ അത് പതുക്കെ ഡീക്കേ ചെയ്ത് വന്നതാണ്. ഒരു വലിയ വാക്വം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഫിൽഡ് ബൈ ഓപ്പർച്യൂണിസം, അല്ലെ? ഓപ്പർച്യൂണിറ്റീസിനെ അവനവൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതും കൊയേഷനും ഒക്കെ കാരണം അവിടെ വലിയൊരു ഹോൾ അവിടെ വരികയാണ്. പ്രോമിസ് ഓഫ് 1945, 1945 എടുത്ത പ്രോമിസ് എന്താണ്? ദാറ്റ് ലോ കുഡ് ടേം പവർ. നിയമത്തിന് പവറിനെ കൺട്രോൾ ചെയ്യാൻ, ടേം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ദ പെരിൽ ഓഫ് ടുഡേ ഈസ് ദാറ്റ് പവർ മേ വൺസ് അഗൈൻ ടേം ലോ. പക്ഷെ ഇന്നത്തെ കൺഫ്യൂഷൻ എന്താണ്? ഇന്നത്തെ പ്രോബ്ലം എന്താണ്? പവർ തിരിച്ച് ലോയെ കൺട്രോൾ ചെയ്യുന്നു. സോ ഈ ജനറേഷൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ടു റിസറക്ട് ദ പാസ്റ്റ് ബട്ട് ടു പ്രിവെന്റ് ദ ഫ്യൂച്ചർ ഫ്രം സ്ലൈഡിങ് ഇൻ ടു എ വേൾഡ് വെയർ ദ ഒൺലി റിയൽ റൂൾ ഇസ് ദാറ്റ് ദർ ഇസ് നോ റൂൾ അറ്റ് ഓൾ, അല്ലേ? ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പഴയതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതല്ല, ഫ്യൂച്ചറിനെ ആ ഒരു പഴയ കാലത്തിലേക്ക് സ്ലൈഡ് ചെയ്ത് പോകാതിരിക്കുക എന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റിയൽ റൂൾ എന്ന് പറയുന്നത് ഒരു റൂളും ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഐ ഡോണ്ട് നോ വെയർ ഇറ്റ് ഹാസ് ഗോൺ. ആ കൂടെ 3-4 വേർഡ്സ് ആണ് ഇവിടെ സേവ്ഡ് ആയിട്ടുള്ളത്. ദർ വെർ സോ മെനി അതർ വേർഡ്സ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ദോസ് തിങ്സ് ഇൻ ദ എഡിറ്റോറിയൽ ഡിസ്കഷനിൽ നമുക്ക് വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ് ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക്. ഓക്കെ, യാ. സോ ടോൺ ഓഫ് ദ പാസേജ് കൺസേൺഡ് ആൻഡ് അലാംഡ് ആയിട്ടുള്ള ഒരു ടോണാണ്. ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടോണും വന്നിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ, കോഷണറി ആൻഡ് വാർണിംഗ്. സോ ഈ 4 ടോണാണ് ഇദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. കുറച്ച് അഡീഷണൽ ഉണ്ട്, അത് ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം. നിങ്ങൾക്ക് അഡീഷണലി എന്തെല്ലാം ടോൺസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും യു ക്യാൻ മെൻഷൻ ഇറ്റ് ഡൗൺ ദെയർ. ഓക്കെ, എന്തുകൊണ്ടാണ് കൺസേൺഡ് ആൻഡ് അലാംഡ് എന്ന് പറയുന്നത്? അദ്ദേഹം വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആങ്സൈറ്റി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലെ? ഡിക്ലൈൻ ഓഫ് ദ റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ, മൈറ്റ് ഇസ് റൈറ്റ്, ആരാണോ പവർഫുൾ അയാളാണ് ശരി എന്ന ഒരു പൊളിറ്റിക്കൽ ഓർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം തീർത്തും കൺസേൺഡ് ആണ്. ഇനി ക്രിട്ടിക്കലുമാണ് അനലിറ്റിക്കലുമാണ്, അല്ലേ? US-ന്റെ യൂണിലാറ്ററലിസം, അതുപോലെ വീക്കനിങ് ഓഫ് മൾട്ടിലാറ്ററലിസം, ഇസ്ന്റ് ഇറ്റ്? മൾട്ടിലാറ്ററലിസം വീക്കൻ ചെയ്യുന്നു. ഇപ്പം സ്വന്തമായിട്ടുള്ള പവറിനെ കുറിച്ച് മാത്രമാണ്, വൺ കൺട്രി ഹാവിങ് സോവറിൻ പവർ എന്നുള്ളതാണ് യൂണിലാറ്ററലിസം. ഹിപ്പോക്രസി ഓഫ് പവർഫുൾ നേഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. റിഫ്ലക്റ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ആണ്, കാരണം ഹിസ്റ്ററിയെ വെച്ച് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രൂമാൻസിൻ്റെ വിഷനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് ഇത് രൂപം കൊണ്ടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഹിസ്റ്റോറിക്കലി മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. കോഷണറി ആൻഡ് വാർണിംഗ് ആണ്. ഇൻ്റർനാഷണൽ ലോ ഇങ്ങനെ വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വേൾഡ് ഓർഡറിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക? ഇൻസ്റ്റെബിലിറ്റി, ഫ്രാഗ്മെൻറ്റേഷൻ, ഗ്ലോബൽ ഡിസോർഡർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഡിസ്ഇല്യൂഷൻഡ് നോക്കിക്കോളൂ, 7 എണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ഇല്യൂഷൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയലിസ്റ്റിക് പോർട്ട് 1945 ഓർഡർ ഹാസ് വീക്കെൻഡ്, അല്ലെ? അതൊരു ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നതിനെയാണ് ഡിസില്യൂഷൻമെൻറ്റ് എന്ന് പറയുക. സ്കെപ്റ്റിക്കലാണ്, അല്ലേ? ഒരു അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ഡൗട്ട്ഫുൾ ആണ്. സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് എ ഡൗട്ട്ഫുൾ എന്ന് വേണം നമുക്ക് പറയാം, അല്ലേ? സ്കെപ്റ്റിസിസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അദ്ദേഹം, വെദർ പവർഫുൾ നേഷൻസ് ട്രൂലി റെസ്പെക്ട് ഇന്റർനാഷണൽ ലോ എനിമോർ, അല്ലേ?
ഇൻ്റലക്ച്വൽ ആൻഡ് സ്കോളർലി ആർട്ടിക്കിളാണ്. കാരണം ട്രൂമാൻ്റെയും കോഫി അന്നൻ, ഡാഗ്, ഹമസ്, കോജറ്റ് ഇങ്ങനെയുള്ള പല ആൾക്കാരെയും കോട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റെഫറൻസസ് ഉണ്ട്. പെർസ്വേസീവ് ആണ്. പെർസ്വേസീവ് എന്ന് പറഞ്ഞാൽ ട്രൈങ് ടു കൺവിൻസ് സംബഡി വിത്ത് യുവർ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അല്ലേ? സോ റീഡേഴ്സിനെ ഏർജ് ചെയ്യാണ്. ഈസ് ആസ്കിങ് അസ് ടു വാല്യൂ മൾട്ടിലാറ്ററലിസം ആൻഡ് റൂൾ ബേസ്ഡ് ഓർഡർ. സോംബർ ആണ്. സോംബർ ഇൻ ദ സെൻസ് ലൈക്ക് സീരിയസ് ആൻഡ് ഹെവി ആയിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഹീ ഈസ് ഡിസ്കസിങ് വാർസ്, ഇറോഷൻ ഓഫ് പീസ്, ഗ്ലോബൽ ഇൻസ്റ്റെബിലിറ്റി എക്സെട്ര. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ് പക്ഷെ ഐഡിയലിസ്റ്റിക് അല്ല, അല്ലേ? റിയലിസ്റ്റിക് എന്താണ് ആകാൻ സാധ്യതയെന്ന് വെച്ചാൽ വേൾഡ് ഓർഡർ വാസ് നെവർ പെർഫെക്റ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലേ? ഇത് അന്ന് പെർഫെക്റ്റ് അല്ല, പക്ഷേ ഇപ്പം അത് ഫുള്ളി കയോസിലോട്ട് പോയിരിക്കുകയാണ്. ഏർജന്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ ദ ഡേഞ്ചർ ടുഡേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ഫേസ്, അല്ലേ? അത് പറഞ്ഞേക്കുന്നത് ഒരു ഇമ്മീഡിയസി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഫെബ്രുവരി 23 എൻട്രിയുടെ ബാങ്കിങ്ങിൻ്റെ ഗോൾഡ് സെക്കൻഡ് ഇയർ ബാച്ച് ക്ലോസ് ചെയ്യാണ്. വളരെ എന്താ പറയുക, ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആണെങ്കിൽ, ഇന്നല്ല 20th, നാളെ, സോ 20th ജോയിൻ ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഓഫർ. ദാറ്റ് ഇസ് വാട്ട് 20th ഓഫർ ഉള്ളത്. സോ അത് മറക്കണ്ട. നിങ്ങൾ എന്താ പറയുക, ജോയിൻ ചെയ്യുക അറ്റ് ദ ഏർലിയസ്റ്റ്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓഫേഴ്സ് ഒരുപാടാണ്. മെഗാ ഓഫറാണ് ഉള്ളത്. അന്ന് 20th ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഓഫേഴ്സ് ഉണ്ടാകും. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അതുപോലെ ലൈവ് ക്ലാസ്സസ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പുതിയ എക്സാം പാറ്റേൺ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനുസരിച്ചുള്ള ഒരു കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് ഉള്ളത്. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ ഉണ്ടാവും. മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, PYQs ഉണ്ടാകും. അതുപോലെ റിയൽ എക്സാം പ്രാക്ടീസസ് ഒക്കെ ഇഷ്ടം പോലെ ചെയ്യിപ്പിക്കും. കോർ കോൺസെപ്റ്റ്സ് നിങ്ങളെ മനസ്സിലാക്കും. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ക്വിസ് സെഷൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് കുറച്ചുകൂടെ ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡി നടത്താനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടാകും. അതുപോലെ ബുക്സ് വോളിയം ഫോർ റിവിഷൻസ് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിങ്ങിൻ്റെ ഗോൾഡ് 2 ഇയർ ബാച്ചിന് ഉള്ളത്. സോ ക്ലോസിങ് ഓൺ 23rd February ആണ്. മറക്കണ്ട, 2-3 ദിവസത്തെ കാര്യമാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്യുക. 20th ജോയിൻ ചെയ്യുന്നവർക്ക്, 20ാം തീയതി ജോയിൻ ചെയ്യുന്നവർക്ക് വലിയ ഓഫേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ യു ആർ ജോയിനിങ് ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ 7736122215 എന്ന എൻട്രിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സിലബസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഫീസ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഒക്കെയുള്ള ഡൗട്ട്സിന് ക്ലാരിഫിക്കേഷൻസ് തരും. പിന്നെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ നേരിട്ട് ജോയിൻ ചെയ്യണം, രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് ജോയിൻ. ഓക്കെ, യെസ്. സോ കുറച്ച് വേർഡ്സ് ഉണ്ട്, നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. കൊറോസീവ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് എന്നുള്ളൊരു മീനിങ് ആണ്. ഹാംഫുൾ, ഡാമേജിങ്, ടോക്സിക്. ഓപ്പോസിറ്റ്സ് വരുന്നത് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള. ഡിസ്ട്രക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പ്രൊട്ടക്റ്റീവ്, ബെനിഫിഷ്യൽ, കൺസ്ട്രക്റ്റീവ് ആൻഡ് ഹീലിംഗ്. ബുൾവാർക്ക് എന്ന് പറഞ്ഞാൽ ഷീൽഡ്, അല്ലേ? അല്ലെങ്കിൽ സേഫ് ഗാർഡ്, ഫോർട്രസ്, ബാരിയർ എന്നൊക്കെ മീൻ ചെയ്യാം. ആൻറ്റണിമിസ് വീക്ക്നെസ്, വൾണറബിലിറ്റി, എക്സ്പോജർ ആൻഡ് ത്രെറ്റ്. പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രോത്തിനെയാണ് നമ്മൾ പറയുക. സ്പ്രെഡ്, എക്സ്പാൻഷൻ ഓർ ഗ്രോത്ത് ഓർ സ്പ്രെഡ്, അതിനെയാണ് പ്രൊലിഫറേഷൻ എന്ന് പറയുക. ഓപ്പോസിറ്റ്സ് ഇസ് ഡിക്ലൈൻ, റിഡക്ഷൻ, കോൺട്രഡിക്ഷൻ ആൻഡ് ഡിക്രീസ്. ഓക്കെ, ഫ്രാഗ്മെൻറ്റേഷൻ, വിഭജിച്ച് പോവുക, അല്ലേ? ഡിവിഷൻ, ഡിസിൻറ്റഗ്രേഷൻ, സെപ്പറേഷൻ, ബ്രേക്ക് ഡൗൺ, ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആണ്. ആന്റണിം വരുമ്പോൾ എന്താ? ഫ്രാഗ്മെൻറ്റഡ്, വിഭജിക്കുകയാണെങ്കിൽ ഒരുമിച്ചുണ്ടാവുന്ന അവസ്ഥ. യൂണിറ്റി, ഇൻറ്റഗ്രേഷൻ, കൺസോളിഡേഷൻ ആൻഡ് ഹാർമണി ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ലെജിറ്റിമസി, ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വാലിഡ് ആയിട്ടുള്ള, ഓത്തൻറ്റിക്, ലോഫുൾ, ക്രെഡിബിൾ ആയിട്ടുള്ള. ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരാമണ്ണമുള്ള മാർഗത്തിലല്ലാത്തത്, അല്ലെ? ഇല്ലെജിറ്റിമസി, ഇൻവാലിഡിറ്റി, ലോഫുൾനെസ്, ഫ്രോഡുലൻസ്, ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. സബ്വേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വീക്കൻ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അണ്ടർമൈൻ, സബോട്ടേജ്, വീക്കൻ, ഓവർത്രോ സിനോണിംസ് ആണ്. ഓപ്പോസിറ്റ്സ് വരുമ്പോൾ സ്ട്രെങ്തൻ, അപ്ഹോൾഡ്, റീഇൻഫോഴ്സ്, പ്രൊട്ടക്റ്റ് എക്സെട്ര. കോൺഫ്ലഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെർണോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, നരകം, ഹെല്ലെന്ന് നമ്മൾ പറയും. അതിനെയാണ് നമ്മൾ ഇൻഫെർണോ എന്ന് പറയുന്നത്. ഓക്കെ,
ബ്ലേസ്, വാർ, ഡിസ്ട്രക്ഷൻ ഇതെല്ലാം അതിൻ്റെ സിനണിംസ് ആണ്. ഓപ്പോസിറ്റ്സ് പറയുമ്പോൾ പീസ്, കാം, ഹാർമണി, സ്റ്റെബിലിറ്റി അല്ലേ, സമാധാനം, ഹാർമണി, സ്റ്റെബിലിറ്റി ഇതുള്ളതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. യൂണിലാറ്ററൽ, യൂണി എന്ന് പറഞ്ഞാൽ വൺ സൈഡഡ് അല്ലേ, വൺ സൈഡഡ്, ഇൻഡിപെൻഡൻറ്റ്, ഓട്ടോണമസ്, ഐസൊലേറ്റഡ്. മൾട്ടിലാറ്ററൽ, കോഓപ്പറേറ്റീവ്, കൊളാബറേറ്റീവ് ആൻഡ് ജോയിൻറ്റ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്. സോവർണിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, സുപ്രീം പവർ ആണ്. ഇൻഡിപെൻഡൻസ്, ഓട്ടോണമി, അതോറിറ്റി, സെൽഫ് റൂൾ ഇതെല്ലാം സിനോണിംസ് ആണ്. ആൻറ്റണിംസ് വരുമ്പോൾ ഡിപ്പെൻഡൻസ്, സബോർഡിനേഷൻ, കോളനൈസേഷൻ ആൻഡ് കൺട്രോൾ. ഇറോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെയാകുക, വീക്കൻ, ഡിമിനിഷ്, റെഡ്യൂസ്, വേറവേ എന്നുള്ളൊരു മീനിങ്. നിയമങ്ങൾ ഇറോഡ് ആയി, വാല്യൂസ് ഇറോഡായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്ട്രെങ്തൻ, ബിൽഡ്, റീസ്റ്റോർ ആൻഡ് റീഇൻഫോഴ്സ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. മൾട്ടിലാറ്ററലിസം നിങ്ങൾക്കറിയാം, പല രാജ്യങ്ങളുടെയും കോഓപ്പറേഷൻ, കൊളാബറേഷൻ, പാർട്ട്ണർഷിപ്പ്, അലയൻസ് ഇതാണ് മൾട്ടിലാറ്ററലിസം. ആൻറ്റണിംസ് വരുന്നത് ഐസൊലേഷനിസം ആൻഡ് യൂണിലാറ്ററലിസം, സെപ്പറേഷൻ, നോൺ കോപ്പറേഷൻ. റെസ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായി, റെസ്ട്രെയിൻ മൈസെൽഫ് ഫ്രം ഈറ്റിംഗ് ഐസ്ക്രീം. ഈ ഐസ്ക്രീം കഴിക്കുന്നതിൽ നിന്ന് ഞാൻ എന്നെ തന്നെ പിന്തിരിപ്പിക്കുക അതാണ്. കൺട്രോൾ, റെസ്ട്രിക്റ്റ്, കർബ്, ലിമിറ്റ്. റിലീസ്, എൻകറേജ്, അലോ ആൻഡ് എക്സ്പാൻഡ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. പ്രിഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിഡേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേയിനെ അറ്റാക്ക് ചെയ്ത് അവരെ ഹേർട്ട് ചെയ്ത് അല്ലേ. എക്സ്പ്ലോയിറ്റേറ്റീവ്, അഗ്രസീവ്, റൂത്ത്ലെസ് ആൻഡ് ഒപ്രസീവ് ആണ് സിനണിംസ്. ആൻറ്റണിംസ് പ്രൊട്ടക്റ്റീവ്, ഡിഫെൻസീവ്, ഹാംലെസ് ആൻഡ് ബെനവലൻറ്റ്. എക്സെപ്ഷണലിസം അതിൻ്റെ മീനിങ് എന്താണ്, ഒരു സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ഒരു യുണീക്നെസ്. ഇലൈറ്റിസം ആൻഡ് സ്പെഷ്യൽ സ്റ്റേറ്റസ് ഇതെല്ലാം എക്സെപ്ഷണലിസത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ്. എക്സ്ക്യൂസ് മീ. ഇക്വാളിറ്റി, നോർമാലിറ്റി ആൻഡ് കോമൺനെസ്, ഫെയർനെസ് ഇതെല്ലാം അതിൻ്റെ ആൻറ്റണിംസുമാണ്. ബ്രേസ്നെസ് എന്ന് പറഞ്ഞാൽ ഒഡാസിറ്റി അല്ലെങ്കിൽ ഒരു ഷെയിംലെസ്നെസ്, ബോൾഡ്നെസ്, ഇംപ്യൂഡൻസ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒഡാസിറ്റി അതിനെയാണ് നമ്മൾ പറയുക. മറ്റത് മോഡസ്റ്റി, ഹ്യൂമിലിറ്റി, ഷൈനസ് ആൻഡ് റെസ്ട്രെയിൻ ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചാണ് പാരഡോക്സ് എന്താണെന്ന്. കോൺട്രഡിക്ഷൻ ആണ് അല്ലേ. ഇൻകൺസിസ്റ്റൻസി, ഐറണി, അനോമിലി ഇതെല്ലാം അതിൻ്റെ സിനണിംസ് ആണ്. ആൻറ്റണിംസ് ലോജിക്, കൺസിസ്റ്റൻസി, എഗ്രിമെൻറ്റ്, ഹാർമണി എക്സെട്ര. ലെജിറ്റിമസി എന്താണ്, ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് എ വാലിഡിറ്റി അല്ലേ. ഒത്തൻറ്റിസിറ്റി, ക്രെഡിബിലിറ്റി, ലോഫുൾനെസ് ഇതെല്ലാം ലെജിറ്റിമസിയുടെ ഇതാണ്. ആൻറ്റണിംസ് പറയുമ്പോൾ ഇല്ലെജിറ്റിമേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇൻവാലിഡിറ്റി, ഫ്രോഡുലൻസ് ആൻഡ് അൺലോഫുൾനെസ്. ഇൻഡിഫറൻറ്റ് അത് റെപ്പറ്റേറ്റഡ് ആയതാന്ന് തോന്നുന്നു. ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ വാസ് ബിഹേവിങ് ഇൻഡിഫറൻറ്റ് ടു മീ എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ അൺകൺസേൺഡ്, അപ്പത്തറ്റിക്, അൺഇൻട്രസ്റ്റഡ് അതിനെയാണ് ഇൻഡിഫറൻറ്റ്. വൈ ആർ യു ബിഹേവിങ് സോ ഇൻഡിഫറൻറ്റ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. കൺസേൺഡ്, അറ്റൻറ്റീവ്, പാഷനേറ്റ്, ഇൻവോൾവ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ആണ്, കൺഫ്യൂഷൻ വരുന്ന ഒരു കെയോസ് വരുന്ന ഒരു സിറ്റുവേഷനാണ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. വേഗ്നെസ്, ഒബ്സ്ക്യൂരിറ്റി ആൻഡ് കൺഫ്യൂഷൻ. ക്ലാരിറ്റി, സെർട്ടനിറ്റി, പ്രിസിഷൻ ആൻഡ് ഡെഫിനിറ്റ്നെസ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്. കോയേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ഫോഴ്സ്, പ്രഷർ അല്ലെങ്കിൽ കമ്പൽഷൻ, ഇൻറ്റിമിഡേഷൻ ഇതാണ് കോയേഷൻ്റെ സിനണിംസ്. ഓപ്പോസിറ്റ്സ് പറയുമ്പോൾ ഫ്രീഡം, പെർസ്വേഷൻ, ചോയ്സ് ആൻഡ് കൺസെൻറ്റ്. സോ ഈ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൈൻഡ്ലി ടേക്ക് സ്ക്രീൻഷോട്ട്സ് ഓഫ് ദീസ് വേർഡ്സ് ആൻഡ് സ്റ്റഡി ഇറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് റീഡിങ് കോംപ്രിഹെൻഷന് ഇത് വരാൻ സാധ്യതയുണ്ട്, ക്ലോസ് ടെസ്റ്റിന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഓൾവേസ് മേക്ക് ഷുവർ യു ആർ ലേണിംഗ് ഇറ്റ് പ്രോപ്പർലി. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിൽ കുറച്ചുണ്ട്. ഹെജിമോൺ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ലീഡർ അല്ലെ ലീഡിങ് പവറിനെ നമ്മൾ ഹെജിമോൺ എന്ന് വിളിക്കും. അനാർക്കി എന്ന് പറഞ്ഞാൽ അരക്ഷിതാവസ്ഥ, ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ്. ഇൻ്റർഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ഗവൺമെൻറ്റ്സ് ഒരു സിസ്റ്റത്തിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർവെൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇതിനെ കണ്ടോളൂ കേട്ടോ. ആ രണ്ട് ഒന്നിലെത്തിയിട്ടുമില്ല. നമ്മൾ പണ്ട് പറയും ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, എന്താ അയ്യോ അമ്മത്ത് എത്തിയിട്ടുമില്ല, അങ്ങനെ എന്തോ ഒരു പഴയ പഴഞ്ചൊല്ലുണ്ട്. അത് സംതിങ് ലൈക്ക് ദാറ്റ്. അത് നമ്മൾ ഒരിടത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു മറ്റിടത്ത് എത്തിയിട്ടുമില്ലാത്ത അവസ്ഥ. സോവർണിറ്റി മീൻസ് സുപ്രീം പവറാണ്. മൾട്ടിലാറ്ററലിസം മീൻസ് കോപ്പറേഷൻ ഓഫ് മെനി നേഷൻസ്. യൂണിലാറ്ററലിസം എന്താണ്, ഒരു ആക്ഷൻ മാത്രം ഒരു രാജ്യം മാത്രം ആക്ഷൻ എടുക്കുന്നതിനെയാണ് യൂണിലാറ്ററലിസം. കോൺഫ്ലഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഡിസ്ട്രക്റ്റീവ് വാറാണ്.
coercion, use of force to compel somebody, ആരെങ്കിലും കമ്പൽ ചെയ്യാൻ വേണ്ടി ശക്തി ഉപയോഗിക്കുക. പ്രിഡേറ്ററി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്ലോറേറ്റീവ് അല്ലെങ്കിൽ അഗ്രസീവ് ഇൻ നേച്ചറാണ്. പ്രൊലിഫറേഷൻ വളരെ റാപ്പിഡ് ഇൻക്രീസ് ഓർ സ്പീഡിനെയാണ് പ്രൊലിഫറേഷൻ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോവുക, അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുക. ആർബിട്രേറ്റർ, സെറ്റിൽ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർബിട്രേറ്റർ. ജൂറിസ്ഡിക്ഷൻ, നിങ്ങളുടെ ലീഗൽ അതോറിറ്റി, നിങ്ങളുടെ വിവേചനാധികാരത്തിൽ അല്ലെ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ ലീഗൽ അതോറിറ്റി ഓഫ് എൻ ഏരിയ ആണ്. പ്ലെബിസൈറ്റ്, ഡയറക്റ്റ് വോട്ട് ബൈ ദ പീപ്പിൾ ഓർ ഓൺ ആൻ ഇഷ്യൂ, പ്ലെബിസൈറ്റ് ആണ്. റെപ്രസൽ, ഒരു റിറ്റാലിയേറ്ററി ആക്ഷനാണ്, ഒരു ആക്ഷൻ്റെ റിറ്റാലിയേറ്ററി ആയിട്ട് വരുന്ന ആക്ഷൻ. എംബാർഗോ എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ബാൻ ഓൺ ട്രേഡ് ആണ്. ട്രേഡിന് ഉള്ള ഒരു ഒഫീഷ്യൽ ബാനിനെയാണ് എംബാർഗോ എന്ന് പറയുന്നത്. ഇൻകേർഷൻ, ഇവിടെ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ല, പക്ഷെ കുറച്ച് അഡീഷണലി ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തോന്നിയത് എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സഡൻ ഇൻവേഷൻ ഇൻ ടു ടെറിട്ടറി, ഇൻകേർഷൻ. സെഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തുന്ന റെബലിയനെ എൻകറേജ് ചെയ്യുക, ഒരു പ്രതിരോധത്തിനെ എൻകറേജ് ചെയ്യുക, അതിനെയാണ്. ആംനസ്റ്റി, ആംനസ്റ്റി ഇന്റർനാഷണൽ കേട്ടിട്ടില്ലേ? ഒഫീഷ്യൽ പാർഡൻ ഗ്രാൻറ്റഡ് ബൈ എ ഗവൺമെന്റിനെ പറയുന്ന പേരാണ് ആംനസ്റ്റി. എക്സ്ട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡിങ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ ബാക്ക് ടു ദെയർ കൺട്രി ഫോർ ട്രയൽ, അല്ലേ? അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ അവരുടെ രാജ്യത്തിലേക്ക് ട്രയലിന് വേണ്ടി വിടുന്നതിനെയാണ് എക്സ്ട്രഡിഷൻ എന്ന് പറയുന്നത്. ഫ്രേസൽ വേർബ്സ് ഉണ്ട്, കുറച്ച് ഫ്രേസൽ വേർബ്സേ ഉള്ളൂ. സ്റ്റെപ്പ് ബാക്ക്, വിഡ്രോ ഫ്രം ഇൻവോൾവ്മെൻറ്റ്, ഐ സ്റ്റെപ്പ് ബാക്ക് ഫ്രം ടേക്കിംഗ് ഡിസിഷൻ, അല്ലേ? യൂസേജ് അങ്ങനെയാണ് വരിക. സ്റ്റാൻഡ് അപ്പ് ഫോർ, ഡിഫെൻഡ് ഓർ സപ്പോർട്ട്. ഐ തോട്ട് ദാറ്റ് യു വിൽ സ്റ്റാൻഡ് അപ്പ് ഫോർ മീ, നീ എന്നെ ഡിഫെൻഡ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിച്ചു. ഗിവൻ മീൻസ് ടു സറണ്ടർ ഓർ ടു yield. Carry out, perform or execute. I think they will carry out the rights, അല്ലേ? ആ റൈറ്റ്സ് ഒക്കെ അവർ പെർഫോം ചെയ്തോളും. കോൾ ഓഫ്, ടു ക്യാൻസൽ, ദേ കോൾഡ് ഓഫ് ദ വെഡിങ് അവർ ക്യാൻസൽ ചെയ്തു. ബ്രിങ് അബൌട്ട്, കോസ് ടു ഹാപ്പൻ, ഇറ്റ് ബ്രോട്ട് അബൌട്ട് സം ചേഞ്ചസ് ഇൻ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ, അല്ലേ? അത് ജീവിതം. പാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളോട് ക്ഷമിക്കുക, ദാറ്റ് ഇസ് പാർഡൻ. ഓക്കെ, ഒഫീഷ്യൽ പാർഡൻ ഗ്രാൻറ്റഡ് ബൈ എ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് പാർഡൻ. പാർഡൻ മീ എന്ന് പറയുക നമ്മൾ പറയാറില്ലേ? നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത് നമ്മൾ കേട്ടില്ല, പിന്നെ പാർഡൻ മീ, സോറി എന്ന് പറയുന്ന സെയിം സാധനം, അതാണ് പാർഡൻ. ബ്രേക്ക് ഡൗൺ, കൊളാപ്സ് ഓർ ഫെയിൽ. ഓക്കെ, ഹോൾഡ് ബാക്ക്, റെസ്ട്രെയിൻ ഓർ പ്രിവെൻറ്റ്. ഹോൾഡ് ബാക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്, പ്രിവെൻറ്റ് ഓർ റെസ്ട്രെയിൻ. മൂവ് ഫോർവേഡ്, പ്രോഗ്രസ്സിലേക്ക് പോകുക, ലെറ്റ്സ് മൂവ് ഫോർവേഡ്, അല്ലെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്. പുഷ് ത്രൂ, ഫോർ സംതിങ് ടു ബി ആക്സെപ്റ്റഡ്. ടേക്ക് ഓവർ, അസ്യൂം കൺട്രോൾ. ഐ തിങ്ക് ദ ന്യൂ ഗവൺമെൻറ് വിൽ ടേക്ക് ഓവർ ഇറ്റ് ഫ്രം അസ്. അസ്യൂം കൺട്രോൾ, അല്ലേ? ബാക്ക് ഡൗൺ, വിഡ്രോ ഫ്രം എ പൊസിഷൻ. സെറ്റപ്പ്, എസ്റ്റാബ്ലിഷ്. നമ്മൾ എപ്പോഴും പറയാറുള്ള സെറ്റപ്പ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പം ഒരു വേർഡ് സെറ്റ് വെച്ചിട്ടാണെങ്കിൽ സെറ്റപ്പ്, സെറ്റ് അപ്പാർട്ട്, അങ്ങനെ പോകുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ടാവും. ടേക്ക് ആണെങ്കിൽ ടേക്ക് അപ്പ്, ടേക്ക് ഓവർ, അങ്ങനെ പോകുന്ന ഫ്രേസൽ വേർബ്സ് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. ടേൺ അഗേൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിക്കെയിം ഹോസ്റ്റൈൽ ടുവേർഡ്സ്. ഫേസ് ഔട്ട്, ഗ്രാജുവലി ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഇഡിയംസും ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസും ഉണ്ട്. മൈറ്റ് ഇസ് റൈറ്റ്, അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസാണ് മൈറ്റ് ഇസ് റൈറ്റ്, അതായത് ശക്തനാണ് ശരി എന്ന കോൺസെപ്റ്റ്. ഓക്കെ, പേ ദ പ്രൈസ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാനുള്ള അവകാശം. പേ ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്ന, അതായത് പൈസ കൊടുക്കുക എന്നുള്ള മീനിങ് അല്ല, കോൺസിക്വൻസ് അനുഭവിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ടേക്ക് നോട്ട്, ടേക്ക് നോട്ട് മീൻസ് ഒബ്സർവ് കെയർഫുള്ളി, വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. ഇൻ ദ ബ്രീച്ച്, ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ഇഗ്നോർഡ് റാദർ ദാൻ ഫോളോഡ് എന്നുള്ളൊരു മീനിങ് ആണ്. സ്റ്റെപ്പ് ഇൻ ചെയ്യുക, ഇൻ്റർവീൻ ചെയ്യുക, ഓർ ബിക്കം ഇൻവോൾവ്. അറ്റ് ദ മേഴ്സി ഓഫ്, ആരുടെയെങ്കിലും കരുണയിൽ, അല്ലേ? അറ്റ് ദ മേഴ്സി, കൺട്രോൾ ഓഫ് സംബഡി സ്ട്രോങ്ങർ. ടേക്ക് മാൻകൈൻഡ് ടു ഹെവൻ, സേവ് ഹ്യൂമാനിറ്റി ഫ്രം ഹെൽ. ഇതെല്ലാം ഒരു ഡിസാസ്റ്റർ
പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഫിഗറേറ്റീവ് യൂസേജ് ആണ്. കാസ്റ്റ് ലോങ് ഷാഡോസ്, അതായത് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് ഫോർ എ ലോങ് ടൈം. സ്ലൈഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ മൂവ് ടു എ നെഗറ്റീവ് സിറ്റുവേഷൻ. നോ റൂൾസ് അറ്റ് ഓൾ, ഇവിടെ ഒരു ഇഡിയമാറ്റിക് എംഫസിസ് കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഓർഡർ എന്നുള്ളൊരു രീതിയിലാണ്. ഇന്ന് ആർട്ടിക്കിൾ ചിലപ്പോൾ നീണ്ടുപോകാൻ സാധ്യതയുള്ള കാരണം ഞാൻ ഗ്രാമർ കൊണ്ട് വൈൻഡപ്പ് ചെയ്തേക്കാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം ഇതിനകത്തുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുലാസ് എങ്ങനെയാണ് എഴുതുക? നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം, അല്ലേ? ഹാഡ് ബറീഡ്, ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, യൂണിവേഴ്സൽ കണ്ടീഷൻ ആയതാണ് ഫൈൻസ് വന്നേക്കുന്നത്, അല്ലേ? ദ വേൾഡ് ദാറ്റ് വാസ് ഇമാജിൻഡ് ഹാഡ് ബറീഡ് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റിലും, the demons of the 1930s now finds them prowling again. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, കാരണം അതൊരു യൂണിവേഴ്സൽ കണ്ടീഷൻ ആയത് കാരണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരുന്നു പ്രസന്റ് പെർഫെക്റ്റ് എങ്കിൽ ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഈ ഫോർമുല ബാർന്ന് പറഞ്ഞൊരു സാധനം കിട്ടും ടെൻസിൻ്റെ, അത് കാണാപ്പാടം പഠിച്ചു വെച്ചോളൂ, കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും കേട്ടോ. ഉറക്കത്തിൽ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ പറയുന്ന രീതിയിൽ പറയണം. ദ വേൾഡ് ദാറ്റ് വൺസ് ഇമാജിൻ ഹാഡ് ബറീഡ്. ഇപ്പം നമ്മൾ പ്രസൻറ്റ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ വേറൊരു യൂസേജ് ഞാൻ പറയാം. ദ ട്രെയിൻ ഓക്കെ. The train dash when we dash the station. ട്രെയിൻ പോയി നമ്മൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ, അപ്പോൾ ആദ്യം നടന്ന ഇൻസിഡൻറ്റ് ഏതാണ്? ട്രെയിൻ പോയി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നടന്ന ഇൻസിഡൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ അത് യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ വി, ഇത് സിമ്പിൾ പാസ്റ്റിൽ, റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഓക്കെ, എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് എഴുതുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്, ട്രെയിൻ ഹാഡ് ആദ്യം നടന്നത് ട്രെയിൻ ലീവ് ചെയ്തു എന്നുള്ള കാര്യമാണ്. രണ്ടാമതാണ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന കാര്യം. അപ്പോൾ രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിലും, രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിലും, ഒന്നാമത് നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലുമാണ് എഴുതേണ്ടത്. ഓക്കെ, മോഡൽ വേർബ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാൻ, മസ്റ്റ്, മേ, വുഡ്, ഇങ്ങനെയുള്ള മോഡൽ വേർബ്സ്. പോസിബിലിറ്റി, ഒബ്ലിഗേഷൻ, എബിലിറ്റി, ചാൻസസ് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. കുഡ്, റിസ്ട്രെയിൻ, മസ്റ്റ്, ഡിനേ, മേ, വൺസ് അഗൈൻ, ഇങ്ങനെ പോകുന്ന മോഡൽസ്. കണ്ടീഷണൽ സെൻറ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി. ഇഫ് വാഷിംഗ്ടൺ ക്യാൻ ഡിസ്റിഗാർഡ് വാട്ട് സ്റ്റോപ്സ്, അല്ലേ? ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസിക്വൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടീഷണൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഒരു ക്ലാസ്സിൽ വളരെ ഡിസ്കസ് ചെയ്തതാണ് 0, 1, 2, 3 കണ്ടീഷണൽസിനെ കുറിച്ച്. റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്, അല്ലേ, ചോദിച്ചിട്ടുണ്ട്. വാട്ട് സ്റ്റോപ്സ് ബീജിംഗ് ഫ്രം കൺക്ലൂഡിങ്? ഇറ്റ് ഇസ് എ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ബീൻ ആസ്ക്ഡ്. പാസീവ് വോയിസ്, എല്ലാ എഡിറ്റോറിയൽസിലും പാസീവ് വോയിസിലാണ് എഴുതിയേക്കുന്നത്, കാരണം ആക്ഷൻ ആണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പാസീവ് വോയിസിൻ്റെ ഫോർമുല ബാർ ഇങ്ങനെയാണ്: B + V3 ഫോം ഓഫ് ദ വെർബ്. സോറി. പാരലൽ സ്ട്രക്ചർ, പാരലലിസം എന്ന് പറയുന്നത് ഈക്വൽ എംഫസിസ് കൊടുക്കുന്ന സ്ട്രക്ചർ കോമേറ്റ് എഴുതുന്നതിനെയാണ്. യൂസ് ഓഫ് ഫോർ എംഫസിസ് ആൻഡ് റിതം, പാൻഡമിക്സ്, ക്ലൈമറ്റ് ചേഞ്ച്, സൈബർ ത്രെറ്റ്സ്, ഫിനാൻഷ്യൽ കണ്ടീജിയൻ. നമ്മൾ ഇതിനു മുമ്പ് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഐ ലവ് റീഡിങ്, ഡാൻസിങ് ആൻഡ് സിംഗിങ്, അല്ലെങ്കിൽ ഐ ലവ് ടു റീഡ്, ടു ഡാൻസ് ആൻഡ് ടു സിംഗ്. ഈക്വൽ വെയിറ്റേജ് കൊടുത്തേക്കുന്ന കാരണം ഐ ലവ് റീഡിങ് എന്നാണെങ്കിൽ അടുത്തത് സിംഗിങ് അല്ലെങ്കിൽ ഡാൻസിങ് അങ്ങനെ കൊടുക്കണം. അല്ലാതെ ഐ ലവ് റീഡിങ് ടു സിംഗ് ആൻഡ് ടു ഡാൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇത് പാരലലിസത്തിന് തെറ്റായിട്ടാണ് വരിക. പാരലലിസം ഏത് സമയത്തും എഡിറ്റിംഗ് എക്സസൈസിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ഇറ്റ്. കോൺട്രാസ്റ്റ് സ്ട്രക്ചർ, ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഒരു ജക്സ്റ്റപൊസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടി, പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലേ? 1945 ഐഡിയലിസവും കറണ്ട് റിയലിസവും തമ്മിൽ കാണിക്കാൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം അത്. പിന്നെ നോമിനലൈസേഷൻ, എന്താണ് നോമിനലൈസേഷൻ? വെർബിനെ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ നോമിനലൈസേഷൻ, യൂസിങ് നൗൺസ് ഇൻസ്റ്റെഡ് ഓഫ് വെർബ്സ്, അല്ലേ? പ്രൊലിഫറേറ്റ് എന്ന് പറയുന്ന വെർബിന് പകരമായിട്ട് പ്രൊലിഫറേഷൻ, ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്ന വെർബിന് പകരമായിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ, ഇറോഡ്, ഇറോഷൻ. ഇങ്ങനെയുള്ള അക്കാഡമിക് റൈറ്റിങ്ങിൽ പൊതുവേ നമ്മളിത് വളരെ ജനറലായിട്ട് കാണുന്നതാണ്. നൗൺസിനെ വെർബിന് പകരമായിട്ട്
ഉപയോഗിക്കുക. ലാസ്റ്റ് വൺ ഇസ് മെറ്റഫറിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫിഗറേറ്റീവ് ഗ്രാമർ യൂസേജസ് അല്ലേ. ഫിഗറേറ്റീവ് ഗ്രാമർ യൂസേജ് എടുക്കുന്നത് ഹിസ്റ്ററി കണ്ടിന്യൂസ് ടു കോംപ്ലിക്കേറ്റ് ദ പാസ്റ്റ് പ്രസൻറ്റ് ദ ഓർഡർ ലിംസ് ഇറ്റ് സ്റ്റെയിൻസ് അല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഗറേറ്റീവ് ഗ്രാമർ യൂസേജ് അല്ലെങ്കിൽ മെറ്റഫറിക്കൽ ലാംഗ്വേജസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. പേഴ്സോണിഫിക്കേഷൻ യൂസ്ഡ് ഫോർ ഇമ്പാക്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ക്വാളിറ്റീസിനെ ഇനാനിമേറ്റ് ഒബ്ജക്ട്സിനെ ഉപയോഗിക്കുന്നതിനെയാണ് അല്ലേ. ഹ്യൂമൻ ക്വാളിറ്റീസ് ഫോർ ആനിമൽസ് ആൻഡ് ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. എന്താണ് ഹ്യൂമൻ ക്വാളിറ്റി ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്? ഓർഡേഴ്സ് ലിംസ്. ലിംബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാണ്? മുടന്തുന്നത് ആരാണ്? ഹ്യൂമൻസ് മുടന്താറുണ്ട് അല്ലേ. ഒരു ഹ്യൂമൻസിൻ്റെ ക്വാളിറ്റി ലിംബ് ചെയ്യുക എന്നുള്ളൊരു ക്വാളിറ്റി, അതിനെ സ്ട്രെയിൻസ് അല്ലേ, ഇതൊക്കെ ഹ്യൂമൻസ് ആണ് ചെയ്യുക. അല്ല അതിനെ ഒരു ഓർഡർ ലിംബ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റിയേക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് പേഴ്സോണിഫിക്കേഷൻ. നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ലീവ്സ് ഡാൻസ്ഡ് അല്ലേ. ലീവ്സിന് ശരിക്കും ഡാൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലീവ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കാണ് തോന്നുന്നത് ഡാൻസ് ചെയ്യുന്നുണ്ട് ലീവ്സ് എന്ന് അല്ലേ. അപ്പം ലീവ്സ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് ഇസ് എ ഹ്യൂമൻ ക്വാളിറ്റി. അത് ലീവ്സിന് കൊടുത്തേക്കുക. ദ ഡോഗ് സ്മൈൽഡ് അറ്റ് മീ. എന്നെ നോക്കി ചിരിക്കുക. സ്മൈലിംഗ് ഈസ് എ ഹ്യൂമൻ ക്വാളിറ്റി അല്ലേ. അത് ഡോഗിനെ ആട്രിബ്യൂട്ട് കൊടുത്തേക്കാണ് അല്ലേ. അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുക. റൈറ്റിംഗ്സിൽ ഈ പേഴ്സോണിഫിക്കേഷനൊക്കെ യൂസ് ചെയ്ത് എഴുതുന്നത് ഒബ്വിയസ്ലി അദ്ദേഹം ലിറ്ററേച്ചറായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഫിഗറേറ്റീവ് ലാംഗ്വേജും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇറ്റ്സ് നൈസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഐ തിങ്ക് ദ എഡിറ്റോറിയൽ വാസ് മച്ച് ക്ലിയറർ ഫോർ യു. താഴെ ഡിസ്ക്രിപ്ഷനിൽ എഡിറ്റോറിയൽ ഉണ്ട്, വായിച്ചു നോക്കണം എല്ലാവരും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സോ വിത്ത് അനദർ എഡിറ്റോറിയൽ. നല്ല നല്ല എഡിറ്റോറിയൽസ് ഡെഫിനറ്റ്ലി നമുക്ക് ഇനി വായിക്കാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ വേറൊരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, ഇതൊരു ഏവിയേഷൻ റിലേറ്റഡ് ആയിരുന്നു. സോ ഇത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മളെ കാര്യമായി എഫക്റ്റഡ് ആകാനുള്ളത് ഒരു സാധ്യത ഉള്ളത് കാരണമാണ് ഐ ചൂസ് ദിസ് വൺ. ഓക്കെ, സോ താങ്ക് യു മൈ ഡിയർ വൺസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. പ്രൊഡക്റ്റീവ് ആവുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അസുഖങ്ങളൊക്കെ ചുറ്റുമുണ്ട്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്. അപ്പം നന്നായിരിക്കട്ടെ എല്ലാവരും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. എല്ലാവർക്കും ഒരു ഹാപ്പി ലേണിംഗ് വിഷ് ചെയ്യുന്നു. ബൈ ആൻഡ് ടേക്ക് കെയർ. Yeah, thank you, Shravya and Adarsh.